എൻ്റെ സ്ക്രീൻ കാണുന്നില്ല, റൈറ്റ്? ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ കാണുന്നില്ലേ? യെസ്. ഓക്കെ, റൈറ്റ്. സോ നമ്മുടെ ഇന്നത്തെ പാർട്ട് 1 വരുന്ന ലിസ്റ്റ് ഓഫ് ടോപ്പിക് ആണത്. ഇൻട്രൊഡക്ഷൻ, എക്സൽ ഇന്റർഫേസ്, പവർ ഓഫ് ടേബിൾ, ഡാറ്റ ക്ലീനിങ് ഓർ ഫ്ലാഷ് ഫീൽ, സബ് ടോട്ടൽ, വാട്ട് ഇഫ് അനാലിസിസ്, ഡാറ്റ കൺസോളിഡേഷൻ, ദാറ്റ്സ് മീൻ 3D VLOOKUP ആൻഡ് HLOOKUP. സോ അതിന് തന്നെ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്ത് അതിന് ഒരു എക്സൽ ഇന്റർഫേസ് ഒന്ന് പരിചയപ്പെടാം. എല്ലാവർക്കും ഡെയിലി കാണുന്ന, ഇപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ എക്സൽ ഡെയിലി കാണുന്ന ഒരു എന്തെങ്കിലും പറയാം, ആ ഒരു ഫസ്റ്റ് ഇന്റർഫേസ് ഉണ്ടല്ലോ. പക്ഷെ അതിൽ തന്നെ ഈ ഒരു സബ്ജക്ട് നിങ്ങൾക്ക് കുറച്ച് പഠിക്കാറുണ്ട്, പുതിയ കാര്യങ്ങൾ. പറഞ്ഞത് എന്താണ്, ഞാൻ ജസ്റ്റ് ഒരു എക്സൽ ഫയൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. നിങ്ങളിപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട് എക്സലിൽ. നിങ്ങളിപ്പം എക്സൽ ഫയൽ ഇപ്പം ഓപ്പൺ ചെയ്തോളൂ. ഇനി അഥവാ ഇൻ കേസ് നിങ്ങളിപ്പം റെക്കോർഡ് സെഷൻ കണ്ടിട്ട് ചെയ്യാൻ പോകും, നിങ്ങൾ ഫസ്റ്റ് തിങ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും, നമ്മളെല്ലാവരും ഹ്യൂമൻസാണ്, അതെ റൈറ്റ്? നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, നമ്മൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഒരു പർട്ടിക്കുലർ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിക്കും. ഐ മീൻ നമ്മളിങ്ങനെ എൻ്റർ ചെയ്തുകൊണ്ട് ഡാറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ടെൻഡൻസി ഉണ്ടാവും ഫയല് സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്ത് പോവാം. പക്ഷേ നമുക്കതെങ്ങനെ റിക്കവർ ചെയ്യാം ഉടനെ തന്നെ? അത് എക്സൽ ഒരു പരിധി വരെ സഹായിക്കും. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് അറിയും. നമ്മുടെ ഈ ഫയലിൽ പോയിട്ട് ഓപ്ഷൻസിൽ പോവാം. ഇവിടെ എക്സൽ ഓപ്ഷൻസ് എന്നൊരു വിൻഡോ കാണാൻ പറ്റും. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇവിടെ സേവ് എന്ന് കാണാൻ പറ്റും. ഈ സേവിനാണ് സേവ് വർക്ക് ബുക്ക് സെക്ഷൻ ഉണ്ട്. അവിടെ കാണാൻ പറ്റും സേവ് ഓട്ടോ റിക്കവർ ഇൻഫർമേഷൻ എവറി 1 minute. ആക്ച്വലി നിങ്ങളെ സിസ്റ്റത്തിലൊക്കെ ഉണ്ടാവാം, അതായത് മൈക്രോസോഫ്റ്റ് എന്ന ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബൈ ഡീഫോൾട്ട് കാണിക്കുക 10 minutesലായിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ. അത് 1 ആക്കാം. ഓക്കെ, അതിന് റീസൺ ഞാൻ പറഞ്ഞു. അതായത് ഞാനിപ്പോൾ ഒരു ഡാറ്റ ഇവിടെ ഇൻസെർട്ട് ചെയ്യുന്നു, ABC എൻ്റർ ചെയ്തു. ഈ എൻ്റർ ചെയ്ത് ഇപ്പൊ ഡാറ്റ ഇപ്പോൾ ഞാനിപ്പോൾ ഐഡിയലായിപ്പോൾ എക്സൽ ഐഡിയലായി നിൽക്കുകയാണ്. ബൈ മിസ്റ്റേക്ക് ഞാനിത് ക്ലോസ് ചെയ്യുന്നു. 1 minute ശേഷമാണെങ്കിൽ അത് ഓട്ടോ സേവ് ആയിരിക്കും. ആ ഫയൽ എങ്ങനെ റിക്കവർ ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്നുള്ളത് നിങ്ങളുടെ സിസ്റ്റത്തിൽ കണ്ടാവും 10 minutes. നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം ബൈ ഡീഫോൾട്ട് അത് ചേഞ്ച് ചെയ്യാണ്ട് ബൈ ഡീഫോൾട്ട് ആയിട്ട് സിസ്റ്റം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം 10 minutes എന്നാണ്. അതായത് ഫയലിൽ പോയിട്ട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ പറ്റും, സേവ് ഇയർ സെക്ഷൻ 10. മാക്സിമം 120 minutes വരെ സെറ്റ് ചെയ്യാം. പക്ഷെ അതിന്റെ യാതൊരു ആവശ്യമില്ല. മാക്സിമം മിനിമൈസ് ആക്കുക, അതായത് മാക്സിമം കുറക്കുക, 1 minute എന്നാക്കാം. 10 ആക്കേണ്ട ആവശ്യമില്ല, കാരണം അത്രയ്ക്കും ടൈം അവിടെ സേവ് ആവാം. 1 minute എന്നാക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 minute ശേഷം നിങ്ങൾ സേവ് ചെയ്യാണ്, ഐ മീൻ ക്ലോസ് ചെയ്യാണ്, സേവ് ചെയ്യാണ്ട് ഈ ഒരു പാത്തിലേക്ക് എന്താ, ഈ താഴെയുള്ള പാത്ത് ഉണ്ടല്ലോ അതിലേക്ക് സേവ് ആയിക്കൊണ്ടിരിക്കും ഡാറ്റ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കാണണം, അതായത് എങ്ങനെയാണ് അത് റിക്കവർ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ബൈ മിസ്റ്റേക്ക് ഇത് ക്ലോസ് ചെയ്ത് വിചാരിക്കുക. ആ ഒരു കേസിൽ നിങ്ങൾ എന്താക്കുക, ഒരു പുതിയൊരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് പ്രീവിയസ്ലി നിങ്ങൾക്ക് ആ ഒരു ഫയൽ, മിസ്സായ ഫയൽ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഫയലിലേക്ക് പോവാം. ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ. താഴത്ത് റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക് ഉണ്ടാവും, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ആ സെയിം പാത്ത് കാണാൻ പറ്റും. സി ആ പാത്തിൽ ഇത് ഞാൻ പ്രീവിയസ്ലി, ഫോർ എക്സാമ്പിൾ ഞാൻ അവിടെ ഇപ്പോൾ പ്രീവിയസ് ഡേയ്സിൽ 9-12 വരെയുള്ള ചില ഡാറ്റ ഒക്കെ ഞാൻ സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്തതാണ്. ഞാൻ 1 minute സെറ്റ് ചെയ്തുകൊണ്ട് അത് അവിടെ തന്നെ ഉണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും സേവ് ചെയ്താൽ മതി. അത് മാക്സിമം 3 to 4 weeks വരെ എക്സൽ, അതായത് ഓൾമോസ്റ്റ് 1 month വരെ എക്സൽ അവിടെ കീപ്പ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതാണ് ഫസ്റ്റ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഇത് കാണുമ്പോൾ ചെറിയൊരു സില്ലി കാര്യമാണ് തോന്നാം, പക്ഷെ ഇത് കുറെ ആൾക്കാർ എന്താ പറയുക, ഒരു ലൈഫ് സേവിങ് ടിപ്സ് ആണ്. നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു ഹ്യൂമൻ ടെൻഡൻസി നമ്മൾ സേവ് ചെയ്യാൻ മറന്നു പോകുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ട സംഭവം അതാണ്, 1 minute എന്നാണ്. ഈ നെക്സ്റ്റ് നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു കസ്റ്റമർ അല്ലെങ്കിൽ സപ്ലയർ ഏതെങ്കിലും സ്റ്റേക്ക് ഹോൾഡർ നിങ്ങൾക്ക് ഒരു ഫയൽ അയച്ചു തന്നു. ആ ഫയല് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരത്തെ നിങ്ങൾ സ്റ്റെക്കായി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ വിളിച്ച് ചോദിക്കൽ മെയിൽ അയക്കും, പറ്റുന്നില്ല, എന്തെങ്കിലും എറർ ഉണ്ടോ. അവർ നിങ്ങളോട് ചോദിക്കുകയാണ് ഏതാ എക്സൽ വേർഷൻ യൂസ് ചെയ്യുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കുറെ ആൾക്കാർക്ക്, എല്ലാവർക്കും എന്നല്ല പക്ഷെ അധികം ആൾക്കാർക്കും നമ്മൾ ഏതാ എക്സൽ വേർഷൻ യൂസ് ചെയ്യുന്നപ്പോഴും അറിയില്ല. നമുക്ക് അതങ്ങനെ ചെക്ക് ചെയ്യാം. ഫയലിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഒരു അക്കൗണ്ട്,
ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. എൻ്റെ എക്സൽ വേർഷൻ 2019 ആണ്. അതായത് എക്സൽ വേർഷൻ സ്റ്റാർട്ട് ചെയ്തത് 1987 ഓൺവേർഡ്സ്, 34 ഇയേഴ്സ് ബാക്ക്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2003 വേർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 7 വന്നു, 2010 വന്നു, 13, 16 ആൻഡ് 2019 ആൻഡ് ഓഫീസ് 365. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ല ഏതാ യൂസ് ചെയ്യുന്നത്. കഴിയുന്നതും എല്ലാവരും 2013 യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ആ 13 ശേഷമാണ് ഒരുവിധം അഡ്വാൻസ് ലെവൽ ഫംഗ്ഷൻസ് ഒക്കെ എക്സൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 2019 ശേഷം ഓഫീസ് 365 വന്നു. ഇനി ലേറ്റസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു, മൈക്രോസോഫ്റ്റിന്റെ കമ്മ്യൂണിറ്റി കണ്ടു 2021 എന്നുള്ളത് വേർഷൻ. അത് ഒക്ടോബർ ആണെന്ന് പറഞ്ഞു, പക്ഷെ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ മേ ബി എക്സ്പെക്ട് ചെയ്യാം നെക്സ്റ്റ് 2 months അപ്പം ഒരുവിധം എല്ലാവർക്കും നിങ്ങളെ സിസ്റ്റത്തിൽ ക്രാക്ക് വേർഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്, പക്ഷെ കഴിയുന്നത് ക്രാക്ക് വേർഷൻ ഒഴിവാക്കാം, ലൈസൻസ്ഡ് പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി നോക്കാം. കാരണം എന്തുകൊണ്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രാക്ക് വേർഷൻ ഡാറ്റ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും അവർ തരില്ല. മറ്റേതാണെങ്കിൽ നിങ്ങൾക്ക് മെയിൽ അയച്ചാൽ തന്നെ മിസ്സായ ഡാറ്റ ഒക്കെ അവരെങ്ങനെയെങ്കിലൊക്കെ റിക്കവർ വരും. പക്ഷെ മിസ്സാവാൻ ചാൻസ് ഇല്ല, ഒരു എറർ വരാൻ ചാൻസ് ഇല്ല കേട്ടോ. സോ ഓക്കെ, ആ ബേസിക് കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു. ഇനി ജസ്റ്റ് ഇന്റർഫേസ് പരിചയപ്പെടാം. റൈറ്റ്, ഇന്റർഫേസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഫയൽ, ഹോം, ഇൻസേർട്ട്, ട്രെയിനിങ്. അധികം ആൾക്കാരും യൂസ് ചെയ്യുന്ന വേർഡായിരിക്കും ഹോം ഓപ്ഷൻ, ഇൻസേർട്ട് ഫീച്ചേഴ്സ്, പേജ് ലേഔട്ട് ടൂൾ. അതായത് ടൂൾ, ഓപ്ഷൻ, ഫീച്ചേഴ്സ്. ആക്ച്വലി അതല്ല അതിന്റെ പേര്. ആക്ച്വലി ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ടെർമിനോളജി എക്സൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഇതൊക്കെ എന്താ ഈ ഹോം, ഇൻസേർട്ട്. ഈ മുകളിൽ കാണുന്ന കംപ്ലീറ്റ് ടാബ്സ് എന്ന് പറയും. ടാബ്സ്, TABS, ലിസ്റ്റ് ഓഫ് ടാബ്സ്. ഓരോ ടാബ്സിന്റെ അണ്ടറിലും ലിസ്റ്റ് ഓഫ് സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇൻസേർട്ട് ടാബിന്റെ അണ്ടറിൽ ടാബിൾസ് എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഇല്ലുസ്ട്രേഷൻസ്, ആഡ്സിൻ, ചാർട്ട്സ്, സ്പാർക്ക് ലൈൻ കണ്ടില്ല. ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിലും സെപ്പറേറ്റ് റിബൺസ് ഉണ്ടാവും. റിബൺസിന്റെ വേറെ പേരാണ് കമാൻഡ് ബട്ടൺസ്. നമ്മൾക്കത് പൊതുവെ യൂസ് ചെയ്യുക അധികം ആൾക്കാരും ആ ഫീച്ചേഴ്സ്, ആ ടാബിൾ ഫീച്ചേഴ്സ് എടുക്കും, അല്ലെങ്കിൽ ആ ഐക്കൺ ടൂൾസ് എടുക്കും. അങ്ങനെയാണ് യൂസ് ചെയ്യാറ് പൊതുവെ. റൈറ്റ്, ആക്ച്വലി അങ്ങനെയല്ല. പ്രോപ്പർ ആയിട്ടുള്ള പേരെന്താ? ഇത് ടാബ്സ്. ഓരോ ടാബ്സിന്റെ അണ്ടറിലും ലിസ്റ്റ് ഓഫ് റിബൺസ് ഓർ കമാൻഡ് ബട്ടൺസ് ഉണ്ടാവും. ഓരോ കമാൻഡ് ബട്ടൺസും വെർട്ടിക്കൽ ലൈനിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു ഗ്രൂപ്പ് ആയിട്ട്. റൈറ്റ്, അതുകൊണ്ടാണ് ഇവിടെ മുകൾ ഈ ക്ലോസിംഗും റീസ്റ്റോറും മിനിമൈസ് നമുക്കറിയാം. തൊട്ടടുത്ത് കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കാണാൻ പറ്റും ഓട്ടോ ഹൈഡ് റിബൺ. ഓട്ടോമാറ്റിക്കലി ഈ റിബൺസ് ഒക്കെ എനിക്ക് ഹൈഡ് ചെയ്യണം കംപ്ലീറ്റ്ലി. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, സി കംപ്ലീറ്റ് റിബൺസ് തന്നെ ഹൈഡ് ചെയ്തു. ഞാൻ എന്തുകൊണ്ടാണ് ഈ ടാബ്സ്, റിബൺസ് ഒക്കെ പറയാൻ കാരണം എന്താ അറിയോ? ഇപ്പോൾ ഞാൻ പറഞ്ഞു മുമ്പ് BPOയിൽ വർക്ക് ചെയ്തതാണ്. അവിടുന്നാണ് ഞാൻ അതൊക്കെ പഠിച്ചത്. അതിന് മുന്നേ കോഴ്സ് ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ടൂൾസ്, ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടുത്തെ ക്ലയന്റ്, അതായത് US ക്ലയന്റ് ആയിരുന്നു. അവർ കറക്റ്റ് എന്തെങ്കിലും പറയാം, ഈ ഒരു പ്രോപ്പർ ടെർമിനോളജി പറയാം, ടാബ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആ ഒരു റിബൺസ്, കമാൻഡ് ബട്ടൺസ്, അതെല്ലാം സെയിം മൈക്രോസോഫ്റ്റ് പ്രൊവൈഡ് ചെയ്തു. അപ്പം അതും ചെറിയ കാര്യമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു ഷോർട്ട് ടാബ്സ്. അതായത് ടാബ്സ് മാത്രം കാണിച്ചാൽ മതി, റിബൺസ് ഒന്നും വേണ്ട. ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ടാബ്സ് മാത്രം കാണിച്ചു. ഇനി ഓക്കെ, നോർമൽ വ്യൂ കിട്ടണം. ഷോർട്ട് ടാബ്സ് ആൻഡ് കമാൻഡ്സ് കംപ്ലീറ്റ്ലി പോകും. ഓക്കെ, ഇനി താഴെ കാണുന്ന ഈ സെറ്റ് ഓഫ് ഈ ഒരു ഏരിയ എന്താ? ഇത് നെയിം ബോക്സ് ആണ് ആക്ച്വലി. അതായത് നമ്മുടെ ഈ എക്സലിന്റെ ഈ ഒരു ഏരിയ, എക്സലിന്റെ ഈ സ്പ്രെഡ്ഷീറ്റ് ആണ്. ഷീറ്റ് സ്പ്രെഡ് ആയി കിടക്കണം. ഈ സ്പ്രെഡ്ഷീറ്റിന് മൈക്രോസോഫ്റ്റ് നൽകിയ പേരാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. റൈറ്റ്, പക്ഷെ ഗൂഗിളിന്റെ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് പേര്. ഷീറ്റ് സ്പ്രെഡ് ആയി കിടക്കാം. ഓൾമോസ്റ്റ് 10,48,000, അതായത് ഓൾമോസ്റ്റ് 1 million എബോവ് ഷീറ്റ്, ഐ മീൻ റോ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അതായത് ഇവിടെ റോ, ഇത് കോളം. ഒരു റോയും ഒരു കോളം കൂടെ കോമ്പിനേഷൻ ചെയ്യുന്ന പോയിന്റിനാണ് നമ്മുടെ സെൽ റെഫറൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇതൊക്കെ ഓരോ സെല്ലാണ്. ഓക്കെ, ഞാൻ ഈ സെല്ല് സെലക്ട് ചെയ്തു. ആ സെല്ലിന്റെ നെയിം അഡ്രസ് ഈ നെയിം ബോക്സിൽ കാണാൻ പറ്റും. J5, J എന്നുള്ള കോളത്തിൽ 5th റോ. ഓക്കെ, അതുപോലെ തന്നെ ഇത് സെലക്ട് ചെയ്തു. F12, F എന്നുള്ള കോളത്തിൽ 12th റോ. കണ്ടില്ലേ, ഒരിക്കലും 12F എന്ന് പറയില്ല. ഫസ്റ്റ് കോളമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞു നേരത്തെ, മോർ ദാൻ 1 million എബോവ് റോ ഐറ്റംസ്. നമുക്ക് അതെങ്ങനെ കാണാൻ പറ്റും? ഈ ടോപ്പ്, ഞാൻ A1-ലുള്ളത്, കൺട്രോൾ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡിലെത്തി. സി ഇവിടെ കാണാം 10,48,576 റോ ഐറ്റംസ് ഉണ്ട്. കൺട്രോൾ ഡൗൺ ആരോ. ഇനി തിരിച്ച് റിവേഴ്സ് വേണമെങ്കിൽ കൺട്രോൾ അപ്പ് ആരോ. ഓക്കെ, ഇപ്പൊ റോ വൈസ് നിങ്ങൾ അക്കൗണ്ട് കണ്ടു. ഇനി കോളം വൈസ് നോക്കാം. കൺട്രോൾ റൈറ്റ് ആരോ. സി A തൊട്ടിട്ട് XFT വരെ ഉണ്ട്. അതായത് 16,200 സംതിങ് കോളം ഉണ്ട്. അതുപോലെ തന്നെ കൺട്രോൾ റിവേഴ്സ് അടിക്കുന്നു, ലെഫ്റ്റ് ആരോ, A ലേക്ക് വന്നു. ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഈ കൗണ്ട് കാണിച്ചു പറയാം.
2003 വേർഷന് ശേഷമാണ് ഇത്രയ്ക്കും എക്സ്റ്റെൻഡ് ചെയ്തത്. 2003 വരെ എക്സൽ റോ കൗണ്ട് 66,000 ആണ്. ഇത് റീസൺ പറയാൻ കാരണം ചില നിങ്ങൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഏതെങ്കിലും യൂസ് ചെയ്ത് 2003 ആണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ഓൾമോസ്റ്റ് 9 lakh അല്ലെങ്കിൽ 10 lakh റോ ഐറ്റംസ് ഫില്ല് ചെയ്ത് കൊടുത്തു. പക്ഷെ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പം അവര് നമ്മൾ ചോദിക്കും എന്തുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ് ചോദിക്കുന്നത് എന്താ, നിങ്ങൾ ഏത് എക്സൽ വേർഷൻ യൂസ് ചെയ്യുന്നത്? 2003 ആ. 2003 66,000 ആണ് റോ ഐറ്റംസിന്റെ കപ്പാസിറ്റി. അതുപോലെ തന്നെ ഈ കോളം വൈസോ 200 സംതിങ് ആണ്. പക്ഷെ ഈ കേസിലോ 2003 ശേഷം വന്നൊക്കെ 16,000 സംതിങ് ഉണ്ട്. അപ്പൊ ഇൻ കേസ് ഞാനിപ്പം എൻഡിലേക്ക് വന്നിട്ട് ഒരു റോ ആഡ് ചെയ്യാൻ ട്രൈ ചെയ്താലും ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. മാക്സിമം എത്രയേ ഉള്ളൂ, കാരണം അത്രമാത്രം ഡാറ്റ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓരോ സെല്ലിനും ഓരോ അഡ്രസ് ഉണ്ടാവും, ആ അഡ്രസ് അവിടെ കാണിക്കുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സെല്ലാണെങ്കിൽ സീരീസ് ഓഫ് സെൽ അല്ലെങ്കിൽ ആ ഒരു സെലക്ഷൻ, ഇതിനാണ് റേഞ്ച് എന്ന് പറയാം. ഓക്കെ, ഇത് സെൽ, ഇത് റേഞ്ച്. എനിക്ക് റേഞ്ചിന് അപ്പൊ നിങ്ങൾ ഈ റേഞ്ചിന് ഒരു പേര് കൊടുക്കാൻ പറ്റും. യെസ്, കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. ഓക്കെ, ഞാൻ ഈ ഒരു കളർ കൊടുക്കും. ഈ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു പേര് എനിക്ക് ഡയറക്ട്ലി കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ യെല്ലോ എൻ്റർ ചെയ്തു. തിരിച്ച് ഞാൻ എന്റെ കേഴ്സർ വേറെ സെല്ലിൽ കൊടുക്കുന്നു. ഇവിടെയൊക്കെ E2 കാണിക്കുന്നത്. എനിക്ക് ഈ പേര് എവിടെ കിട്ടാം? ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്താൽ മതി. യെല്ലോ അതിലേക്ക് നാവിഗേറ്റ് ചെയ്തു ഓട്ടോമാറ്റിക്കലി. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ റൈറ്റ് സൈഡ് കാണിക്കുന്ന ഇതാണ് ഫോർമുല ബാർ. നമ്മൾ എന്തൊക്കെ ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്തു അതൊക്കെ എക്സൽ ഓട്ടോമാറ്റിക്കലി അവിടെ പ്രിവ്യൂ കാണിക്കും. ഡയറക്റ്റ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഫോർമുല ആയിക്കോട്ടെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ആയിക്കോട്ടെ, നമ്പേഴ്സ് ആയിക്കോട്ടെ. എക്സൽ 3 ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുക. ഒന്നാണെങ്കിൽ ടെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ ABC. നെക്സ്റ്റ് നമ്പേഴ്സ് 1 2 3. ആൻഡ് നെക്സ്റ്റ് ഫോർമുല, അതായത് ഫോർമുല ഓർ ഫംഗ്ഷൻ. ആക്ച്വലി എല്ലാവർക്കും ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഫോർമുലയും ഫംഗ്ഷൻസും ഒന്നല്ലേ ഉള്ളത്. ആക്ച്വലി ഫോർമുല വേറെ, ഫംഗ്ഷൻസ് വേറെ. ഫോർമുല ഉദ്ദേശിക്കുന്നത് എക്സൽ പ്രീ ബിൽഡ് ചെയ്ത് വെച്ച ലിസ്റ്റ് ഓഫ് ഫോർമുലക്കാണ്. സോറി, ഫംഗ്ഷൻസ് ഉദ്ദേശിക്കുന്നത് എക്സലിൽ പ്രീ ബിൽഡ് ചെയ്ത് വെച്ച ലിസ്റ്റ് ഓഫ് ഫോർമുലക്കാണ് ഫംഗ്ഷൻസ് എന്ന് പറയാം, റെഡിമെയ്ഡ് ഫംഗ്ഷൻസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 1 ഇട്ടു, ഇവിടെ 1 ഇട്ടു. ഇവിടെ എനിക്ക് ആൻസർ കിട്ടണം. ഇവിടെ മാനുവലി ഞാൻ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണം. ഈക്വൽ ടു 1 + 1. ഇത് ആക്ച്വലി എന്താ, ഇത് ഫോർമുലയാണ്. എനിക്കിവിടെ ഞാൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഫംഗ്ഷൻ ഇവിടെ എന്താ, ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്, ഇത് രണ്ടും സെലക്ട് ചെയ്തു, റേഞ്ച് രണ്ടും കൂടി ക്ലോസ് ദി ബ്രാക്കറ്റ്. ഫോർമുല ഉദ്ദേശിക്കുന്നത് ഞാൻ മാനുവലി ഇവിടെ നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ വെച്ചിട്ട് പ്ലസ് ഐക്കൺ വെച്ചിട്ട് ഞാൻ ആൻസർ കണ്ടുപിടിച്ചു. പക്ഷേ ഫംഗ്ഷൻസോ ഞാൻ മാനുവലി ജസ്റ്റ് ഒന്ന് ആ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻസ്, അതായത് ആ സം ഉദ്ദേശിക്കുന്ന ആഡ് ഓൺ ഫംഗ്ഷൻസ്, അതുകൊണ്ട് അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കിത് കിട്ടിയത്. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എന്തുകൊണ്ട് ഈക്വൽ ടു ഏതൊരു ഫംഗ്ഷൻസും ഫോർമുല എക്സൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബൈ ഡീഫോൾട്ട് ഈക്വൽ ടു സ്റ്റാർട്ട് ചെയ്യുക. അത് ഫോർമുല ആയിക്കോട്ടെ, ഫംഗ്ഷൻസ് ആയിക്കോട്ടെ. ശേഷം നിങ്ങളിപ്പം A ടൈപ്പ് ചെയ്താലും B ടൈപ്പ് ചെയ്താലും Z ടൈപ്പ് ചെയ്താലും അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഫംഗ്ഷൻസ് പ്രീ ബിൽഡ് ചെയ്ത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എക്സൽ ഓൾമോസ്റ്റ് 450+ പ്രീ ബിൽഡ് ഫംഗ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് സം എന്ന് പറഞ്ഞത്. ഏതൊരു ഫംഗ്ഷൻസും ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്യും. ഈ ഓപ്പൺ ബ്രാക്കറ്റ് ഒരു ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ടാവും. ഇതിന്റെ അകത്തേക്കാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇൻപുട്ട് കൊടുത്താലേ ഓഫ് കോഴ്സ് സിസ്റ്റം നമുക്ക് ഔട്ട്പുട്ടായി റിസൾട്ട് തരുള്ളൂ, റൈറ്റ്? അത് ഇതിലാണ് ഇൻപുട്ട് കൊടുത്തു, നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, സെലക്ട് ചെയ്തു, എൻ്റർ ചെയ്തു, 2 കിട്ടി. ഇവിടെ ചേഞ്ചസ് 3 ആക്കിയാൽ ഓട്ടോമാറ്റിക്കലി രണ്ടും മാറുന്നത് കാണാം. രണ്ടും ഇന്റർലിങ്ക്ഡ് ആണ്. സോ ജസ്റ്റ് ഒന്ന്, അപ്പോൾ അതാണ് ഈ ഫംഗ്ഷൻസ് ഏരിയയും റോസും കോളംസും. ഈ താഴത്ത് കാണുന്ന ഈ ഷീറ്റ് 1, അതായത് ആക്ച്വലി എക്സൽ വർക്ക് ബുക്ക് അല്ലെങ്കിൽ ഫയല് വേറെയാണ്, എക്സൽ ഷീറ്റ് വേറെയാണ്. എക്സൽ ഒരു വർക്ക് ബുക്കിൽ അല്ലെങ്കിൽ ഫയലിൽ വരുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന സെപ്പറേറ്റ് ടാബ്സിനാണ് ഷീറ്റ് എന്ന് പറയാം. ബൈ ഡീഫോൾട്ട് ലേറ്റസ്റ്റ് എക്സൽ വേർഷൻ 2010 ശേഷമുള്ളൊക്കെ ഒറ്റ ഷീറ്റ് ആയിട്ട് വരുള്ളൂ. എനിക്ക് ആഡ് വേണമെങ്കിൽ ചെയ്യാം, പ്ലസ് ഐക്കൺ കൊടുത്തുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് അപ് ടു 255 ഷീറ്റ്സ് വരെ ഒരു എക്സൽ ഫയൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും സെപ്പറേറ്റ് ആയിട്ട്. ഇവിടെയൊക്കെ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, ഓക്കെ, ബൈ ഡീഫോൾട്ട് എനിക്ക് എക്സൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ
ബൈ ഡീഫോൾട്ട് എനിക്ക് ഒരു 5 ഷീറ്റ് തന്നെ കാണിക്കണം. എപ്പോൾ ഓപ്പൺ ചെയ്താലും 1 അല്ല കാണിക്കേണ്ടത്. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു പുതിയൊരു മൊബൈൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഐഫോൺ മേടിച്ചു, അതിൽ നിങ്ങൾ കുറെ സെറ്റിംഗ്സ് ഒക്കെ ചെയ്യും. നിങ്ങളുടെ ഫേവറേറ്റ് വാൾപേപ്പർ, അതുപോലെ തന്നെ ബേസിക് ആയ നമ്മുടെ എന്തെങ്കിലും പറയാം പ്രീവിയസ് ഫോണിന് സിം കാർഡ് ഒക്കെ എടുത്തിട്ട് കോൺടാക്ട് നമ്പർ സിങ്ക് ചെയ്യുക, അല്ലെ? അങ്ങനത്തെ കുറെ ബേസിക് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും പറയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഓപ്പറേറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ എക്സലും നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം ഇവിടെ കാണുന്ന ഈ ഹോം ടാബിൽ കാണുന്ന ഈ ഏരിയയിൽ നിന്നുള്ള ടാബ്, അത് ഏരിയയിൽ നിന്നുള്ള ഫോൺ ബൈ ഡീഫോൾട്ട് വരുന്നതാണ്. എന്റെ ഫേവറേറ്റ് കാൽബ്രി ആണെങ്കിൽ എനിക്കത് മാനുവലി സെലക്ട് ചെയ്യണം. പക്ഷേ എനിക്ക് എക്സൽ ഷീറ്റ് എപ്പം ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാൽബ്രി അല്ലെങ്കിൽ ആ ഒരു നമ്പർ, ആ ഫോണ്ടിന്റെ സൈസ് ഇവിടെ ബൈ ഡീഫോൾട്ട് 12 കാണിക്കണം. നമുക്ക് നമ്മുടേതായ രീതിയിൽ. അതുപോലെ തന്നെ ഷീറ്റ് ഒരു 5 ഒരുമിച്ച് കാണിക്കണം. എക്സൽ എപ്പം ഓപ്പൺ ചെയ്താലും അതിന് നമുക്ക് സെറ്റ് ചെയ്യാം. ഫയൽ പോവാം, മോർ, ഇവിടെ ജനറൽ അണ്ടർലൈൻ ഈ സെക്ഷൻ കാണും. വെൻ ക്രിയേറ്റിംഗ് ന്യൂ വർക്ക് ബുക്ക് ഏരിയയിൽ മാറ്റിയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. ഫോണ്ട് സൈസ് സ്റ്റിൽ ചൂസ് ചെയ്യുക. ഇൻക്ലൂഡ് ദിസ് മിനി ഷീറ്റ്. ബൈ ഡീഫോൾട്ട് ഒരു ഷീറ്റ് കാണിച്ച് 5 ആക്കേണ്ട 5 വരും. 255 255 ഷീറ്റ്സ് എപ്പോഴും ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇപ്പോൾ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറേറ്റ് ചെയ്ത് തരും. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം കാണിച്ചു. ഞാൻ പറഞ്ഞു ഓൾമോസ്റ്റ് 255 ഷീറ്റ്സ് വരെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഞാൻ ഡിഫറെന്റ് പേര് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു 5 ഷീറ്റ് കൊടുത്തു. ജസ്റ്റ് അസ്യൂം ചെയ്യുക ഇതൊരു 100 ഷീറ്റ് ഉണ്ട് നിങ്ങൾക്ക്. മോർ ദാൻ 100 ഷീറ്റ്സ് ഡിഫറെന്റ് നെയിമില്. അപ്പം ഇതിപ്പോ ചെറിയ ഷീറ്റ് ആയതുകൊണ്ട് എനിക്ക് UAE നിന്ന് എനിക്ക് ഡയറക്ട്ലി ഒമാൻ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിപ്പം ഒമാനുള്ളത് നമ്മുടെ ഒരു 120 അല്ലെങ്കിൽ 100 കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഷീറ്റിലാണെങ്കിൽ നമുക്ക് എങ്ങനെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും? ഭയങ്കര സിമ്പിൾ സംഭവം. ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ചെറിയൊരു ഏരിയ, അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏതൊക്കെ ഷീറ്റ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. അപ്പം നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു മോർ ദാൻ ഒരു 100 ഷീറ്റ് ആണെങ്കിൽ അത് സ്ക്രോൾ ഡൗൺ സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒമാനിലേക്ക് പോകണമെങ്കിൽ ഡയറക്ട്ലി ടൈപ്പ് ചെയ്താൽ മതി ഒമാൻ. കീബോർഡിൽ നിന്ന് ബ്ലൈൻഡ്ലി ടൈപ്പ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ മതി. അത് ഒമാനിലേക്ക് നാവിഗേറ്റ് ചെയ്തു ഇവിടെത്തി. അതായത് ഷീറ്റ് ടു ഷീറ്റ് നാവിഗേഷൻ. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്ന ഈ ഒരു ഏരിയക്കാണ് എന്ത് പറയാ നമ്മുടെ ഈ നാവിഗേഷൻ ടൂൾ. നമുക്ക് വേണമെങ്കിൽ ആ സ്ക്രോൾ ഡൗൺ വെച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചിരുന്നു ആരെങ്കിലും പറയൂ. ഈ എക്സൽ ഇന്റർഫേസിലെ മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം മാത്രമേ ഇപ്പൊ കവർ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ ഇത് എടുത്തതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിച്ചോളൂ. ഞാൻ ഫാസ്റ്റ് ആണെങ്കിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞേ, അതിനനുസരിച്ച് എനിക്ക് സ്ലോ ആക്കാം. ക്ലിയർ അല്ലേ? Yeah, hi, Mom. I think you're good. Okay. So, Alfan, I have a doubt. Yeah. Yeah, how do we recover the auto-saved sheet that you explained right in the beginning? The file. Can you just repeat it? Yeah, just in the file, പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ റിക്കവർ അൺസേവ്ഡ് വർക്ക് ബുക്ക് ഉണ്ടാവും. Okay. Okay. Yeah. All right, I got it. Thank you. So, just ഒന്ന് ക്ലോസ് ചെയ്യുന്നു. ഈ നെക്സ്റ്റ് ആണ് പോർട്ടബിൾ. ഇതിനൊക്കെ ഞാനൊരു വർക്ക്ഷീറ്റ് അയച്ചു തന്നിട്ടുണ്ട്. അത് സിസ്റ്റം ഉള്ളൊരു വർക്ക്ഷീറ്റ് കിട്ടിയാലും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും, ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ആവും. ഓക്കെ, സോ പവർ ഓഫ് ടാബിൾ എന്നുള്ള ഫസ്റ്റ് ടോപ്പിക്. ഇത് കുറച്ച് ഡെമി ഡാറ്റാബേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ ഒരു ഷീറ്റിൽ എക്സൽ ടാബിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഡാറ്റ തന്നെ ഞാൻ കോപ്പി ചെയ്യുന്നു ഇവിടെ, നെക്സ്റ്റ് ഷീറ്റിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, Ctrl+C and Ctrl+V കോപ്പി പേസ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ. സോ ഇതിന് ഞാൻ എക്സൽ ടാബിളും ഇത് ഞാൻ ടേബിളില് ഓക്കെ, എക്സൽ ടേബിളും എക്സൽ ടാബുലർ ഫോർമാറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ
എക്സൽ ടേബിൾ നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. ചുമ്മാ ടേബിളർ ഫോർമാറ്റിലാക്കരുത്. ആ ഡിഫറൻസ് മനസ്സിലാക്കി തരാം. ടേബിളർ ഫോർമാറ്റ് എന്താ? ഞാൻ ഇവിടെ ഡാറ്റ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഹോം ടാബിന് ഉണ്ടല്ലോ ഈ ഫോണ്ട് ഉണ്ടല്ലോ, ഈ ഫോണ്ട് ഗ്രൂപ്പിൽ ഞാൻ എന്താക്കി ഈ ഒരു ഓൾ ബോർഡർ ഇട്ടു. ഇനീഷ്യലി ഇങ്ങനെ ആയിരുന്നു, ഞാൻ അതിന് ബോർഡർ ഇട്ടു, കംപ്ലീറ്റ്ലി ബോർഡർ ഇട്ടു. ഓക്കെ, ഈ ബോർഡർ ഇടാൻ കാരണം എന്താ? ഏതൊക്കെ സിറ്റുവേഷനിലും ബോർഡർ ഇടാം. നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് ഈ കാണുന്ന ഈ ലൈൻസ് ഒക്കെ നമ്മൾ പ്രിന്റിൽ വരുന്നത് ആക്ച്വലി ബോർഡർ അല്ല, ഗ്രിഡ് ലൈൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ അത് റിമൂവ്, ഐ മീൻ നമുക്ക് അത് വേണമെങ്കിൽ അൺടിക്ക് ചെയ്തുകൊണ്ട് ഒഴിവാക്കാം. ഈ നമ്മുടെ ഈ ഒരു ഓപ്ഷൻസ് ഉണ്ട്, വ്യൂ എന്നുള്ള ടാബിൽ പോയിട്ട് ഇവിടെ കാണാൻ പറ്റും ഷോ ഉണ്ടല്ലോ ഗ്രിഡ് ലൈൻസ്, ജസ്റ്റ് അൺടിക്ക് ചെയ്താൽ മതി, കംപ്ലീറ്റ്ലി അവിടെ എംപ്റ്റി ആയി. ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. സോ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ടേബിൾ ഇട്ടു, ഐ മീൻ ടാബുലർ ഫോർമാറ്റിലേക്ക് മാറ്റി, ടാബുലർ ഫോർമാറ്റ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇതോ ആക്ച്വലി ടാബുലർ ഫോർമാറ്റ് ഉണ്ട്, പക്ഷെ ഇതിനെ ആക്ച്വൽ ടാബിളിലേക്ക് മാറ്റണം. ആ ഡിഫറൻസ് മനസ്സിലാക്കിയുള്ളൂ കേട്ടോ. സോ ഇവിടെ ആദ്യം ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യണം. ഡാറ്റ കംപ്ലീറ്റ് സെലക്ട് ചെയ്യണം, ഷോർട്ട് കട്ട് കീയാണ് Ctrl+A. ആ ഡാറ്റയിൽ ഏതെങ്കിലും സെൽ സെലക്ട് ചെയ്യുക, Ctrl+A. വീണ്ടും Ctrl+A പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് കംപ്ലീറ്റ് സെലക്ട് ആവും. ഞാൻ അതുകൊണ്ട് ആ ഷോർട്ട് കട്ട് കീ പറയുന്നത് മാക്സിമം നമ്മൾ മൗസിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, മാക്സിമം ഷോർട്ട് കട്ട് കീ പരിപാടി നോക്കാം. അത് ഓൾമോസ്റ്റ് 280+ ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയത് മാക്സിമം നമുക്ക് ബൈഹാർട്ട് ആക്കാൻ നോക്കാം, ഐ മീൻ ഇൻ ഹാൻഡ് എക്സ്പീരിയൻസിന് വേണ്ടി. ഇവിടെ ഞാൻ കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു. ശേഷം ഇനി അത് ടാബിലേക്ക് കൺവേർട്ട് ചെയ്യണം. രണ്ട് രീതി ഉണ്ട്. ഒന്ന് മാനുവലി ഞാൻ ചെയ്യുന്നത്, ഇൻസേർട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും ടേബിൾസ്. ഇത് കംപ്ലീറ്റ്ലി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, പിവോട്ട് ടേബിളൊക്കെ കവർ അപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ആദ്യം ടേബിൾസ് എന്താ നോക്കാം. ഒന്നെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം, ഈ ഒരു ചെറിയൊരു വിൻഡോ ബോക്സ് വന്നു. അല്ലെങ്കിലോ Ctrl+T പ്രസ് ചെയ്താൽ മതി. Ctrl+T ടേബിൾ ആണല്ലോ. സോ വേർ ഇസ് ദ ഡാറ്റ ഫോർ യുവർ ടേബിൾ? ഓട്ടോമാറ്റിക്കലി ആ ഡാറ്റ കംപ്ലീറ്റ് പിക്കപ്പ് ചെയ്തു, A1 തൊട്ടിട്ട് F26 വരെ. സോ ഓഫ് കോഴ്സ് മൈ ഡാറ്റ ഹാസ് ഹെഡേഴ്സ്. ഈ ഡാറ്റക്ക് ഹെഡർ ഉണ്ട്. ഓക്കെ പ്രസ് ചെയ്തു. ഇതിപ്പം ആക്ച്വലി എക്സൽ ടാബിൾ ഫോർമാറ്റാണ്. ഇതോ നോർമൽ ടാബുലർ ഫോർമാറ്റ്. അത് ഡിഫറൻസ് ഓരോന്നും കാണിച്ചു തരാം. എക്സൽ ടാബിൾ ഇത് ആക്ച്വലി ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കബോർഡ് ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ വെക്കുന്ന, ഈ കബോർഡ് ഐ മീൻ കബോർഡ് ഇല്ലാത്ത അവസ്ഥ എങ്ങനെയായിരിക്കും? നമ്മളെല്ലാ ഫാമിലി ഡ്രസ്സൊക്കെ ഒന്നായിട്ട് ഒരു മൂലത്തിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഭയങ്കര മിക്സപ്പ് ആയിരിക്കും, ഒരു ഓർഗനൈസ്ഡ് ഉണ്ടാവില്ല. കബോർഡ് എന്തിനാ കംപ്ലീറ്റ് ഓർഗനൈസ്ഡ്? നമുക്ക് അറിയാൻ പറ്റും, ഇന്ന ഐറ്റംസ് ഉണ്ടാവും അല്ലെ, കംപ്ലീറ്റ് ഓർഗനൈസ്ഡ് ആയിരിക്കും. ഈ എക്സൽ ടാബിൾ അതന്നെ ഉദ്ദേശിക്കുന്നത്, കംപ്ലീറ്റ് ഒന്ന് ഓർഗനൈസ്ഡ് ആക്കാൻ. ടാബുലർ ഫോർമാറ്റോ ആ ഒരു കബോർഡ് ഇല്ലാത്ത അവസ്ഥ അസ്യൂം ചെയ്യാം. നമുക്ക് ഓരോന്നും ഡിഫറൻസ് നോക്കാം. എക്സൽ ടാബിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു ഡാറ്റാബേസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, എനിക്ക് ഞാൻ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു താഴത്തേക്ക്. ഓക്കെ, ഇത് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇപ്പോൾ ടേബിളർ ഫോർമാറ്റിലാണ്, എക്സൽ ടാബിലല്ല, നോർമൽ ഫോർമാറ്റിലാണ്. ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യുന്നത്. സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഇതുവരെ എത്തി. പെട്ടെന്ന് എനിക്ക് കൺഫ്യൂസ്ഡ് ആയി. ഇതിന്റെ ഹെഡിങ് എന്താണെന്ന് അറിയില്ല. ഇത് ക്വാണ്ടിറ്റി ആണോ യൂണിറ്റ് പ്രൈസ് ആണോ അറിയില്ല, ജസ്റ്റ് അല്ലെങ്കിൽ ഇത് ടോട്ടൽ റവന്യൂ ആണോ അറിയില്ല. എനിക്ക് ഹെഡിങ് കണ്ടുപിടിക്കണം. വീണ്ടും നമ്മൾ എന്താക്കും, അപ്പിലേക്ക് പോകും, ഓ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ എക്സൽ ടാബിളിലോ നമുക്ക് നോക്കാം. ഞാൻ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ബൈ ഡീഫോൾട്ട് കാണുന്ന ABCD ഉള്ളത് റീപ്ലേസ് ചെയ്ത് നോക്കില്ല ഈ ഹെഡിങ് ആയിട്ട്. കണ്ടില്ലേ, നമുക്കറിയാൻ പറ്റുന്നുണ്ട് കറക്റ്റ് ആയിട്ട് ഏതാ ഹെഡിങ് എന്നുള്ളത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ എക്സൽ ടാബുലർ ഫോർമാറ്റിലേക്ക് പോകുന്നു. ഇവിടെ ഒരു കമ്മീഷൻ ഒരു ഇത് ആഡ് ചെയ്യുന്നു, ഒരു ഹെഡിങ് ആഡ് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ കമ്മീഷൻ ഫോർ എക്സാമ്പിൾ ഈക്വൽ ടു ദിസ് റവന്യൂ ഇൻടു 20%. അതായത് റവന്യൂവിന്റെ 20% ആണ് കമ്മീഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഞാൻ എൻട്രി ചെയ്യുന്നു, 280 കിട്ടി. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ F2 ഇൻറ്റു 20% കാണിക്കുന്നത്, റൈറ്റ്? നമുക്കത് ക്ലിയർ ഇല്ല. അപ്പോൾ ഒരു പെട്ടെന്ന് ഈ ഒരു വിൻഡോയിലേക്ക് നോക്കും, ഈ ഒരു സെക്ഷനിലേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾ എന്താ മനസ്സിലാവുന്നില്ല. അങ്ങനെ മനസ്സിലാവണമെങ്കിൽ ഇത് ആദ്യം നോക്കണം. F2 എന്നുള്ളത് യെസ് ഇവിടെ പിക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടാണ് ഇതുള്ളത്, ഏത് നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ ഈ കേസിൽ അതായത് ഇവിടെ മാത്രം റിസൾട്ട് ഇവിടെ മാത്രം ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ താഴത്തേക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ കോർണറിൽ ഉണ്ടല്ലോ, ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി വരും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഒരു ഡോട്ട് ഉണ്ട്. പക്ഷെ ഈ എക്സൽ ടാബിൾ നോക്കാട്ടോ എടുക്കുന്ന രീതി. ഞാൻ ഇവിടെ കമ്മീഷൻ കൊടുക്കുന്നു, എൻ്റർ ചെയ്തു, ഓട്ടോമാറ്റിക്കലി ആ സെയിം പാറ്റേൺ താഴത്തേക്ക് വന്നു.
ശേഷം ഈക്വൽ ടു 1400 ഇൻറ്റു 20%. ഇവിടെ നോക്കൂ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഓ റവന്യൂവിന്റെ 20% അല്ല. ഇത് ആക്ച്വലി അത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്, അല്ലാണ്ട് F2 അല്ല കാണിക്കുന്നത്. റവന്യൂ ഇന്റെ 20%, നമുക്ക് ക്വിക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, റവന്യൂന്റെ 20%. ഇനി ഞാൻ എൻ്റർ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ബാക്കിയൊന്നും ഫില്ലപ്പ് ആയി വന്നു. റൈറ്റ്, നമ്മുടെ അതായത് ഒരു ഗ്രൂപ്പായി വന്നു, കംപ്ലീറ്റ് ഓർഗനൈസ്ഡ് ആയി. ഇനി അതുമല്ല, നമ്മൾ ഈ എക്സൽ ടാബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഔട്ട്സൈഡ് ക്ലിക്ക് ചെയ്യുന്നു, ഇൻസൈഡ് ക്ലിക്ക് ചെയ്യുന്നു, മുകളിൽ കണ്ടില്ലേ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണ്ടക്സ്റ്റുവൽ ടാബ് വന്ന് ടേബിൾ ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ടേബിൾ ഡിസൈൻ. റൈറ്റ്, ഇത് എക്സൽ ടാബിളുമായി ബന്ധപ്പെട്ട ടൂൾസ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞുതരാം. അതുപോലെ ടാബ്ലർ ഫോർമാറ്റിൽ നോക്കിയപ്പോ ഒന്നുമില്ല, ബൈ ഡിഫോൾട്ട് നേരത്തെ കാണിച്ച അതേ ടാബ്സ് തന്നെയാണ് താഴത്ത് കാണിക്കുന്നത്, മുകളിൽ കാണിക്കുന്നു. ഇനി എക്സൽ ടാബിലേക്ക് ഞാൻ പോകുന്നു. ഇതിൽ എക്സൽ ടാബിലേക്ക് പോയിട്ട് ഈ ഒരു സെക്ഷൻ കണ്ടില്ലേ, ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്. അതില് ടോട്ടൽ റോ എന്ന സംഭവമുണ്ട്. ഓക്കെ, ഞാൻ അത് ടിക്ക് ചെയ്യുന്നു, ടോട്ടൽ റോസ്. ഓട്ടോമാറ്റിക്കലി ഇവിടെ അതിന്റെ ടോട്ടൽ വന്നു. ഇത് ടോട്ടൽ മാത്രമല്ല, ഇത് സമ്മ് മാത്രമല്ല, ഇതിന്റെ കൗണ്ട് വേണമെങ്കിൽ അതും കിട്ടും. കംപ്ലീറ്റ് കൗണ്ട് വേണോ, ആവറേജ് വേണോ, കംപ്ലീറ്റ് പ്രീസെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പൊ നിങ്ങളായിരിക്കും ഓക്കെ, എനിക്ക് റവന്യൂക്കും ക്വാണ്ടിറ്റിക്കും യൂണിറ്റ് പ്രൈസിനൊക്കെ വേണം. നിങ്ങൾ ജസ്റ്റ് ഒരു കേസറോട് പ്ലേസ് ചെയ്താൽ മതി, ആ ലിസ്റ്റ് കാണും. വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു കേസിലോ, ടേബിൾ ഫോർമാറ്റിന്റെ കേസിലോ, നമ്മൾ മാനുവലി ഈക്വൽ ടു സമ്മ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പം കാണിച്ചതൊന്ന് ജസ്റ്റ് ഒരു 5 minutes ഒന്ന് നോക്കും. ഇപ്പൊ കാണിച്ചൊരു 3-4 സംഭവം ടേബിളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. ടേബിളത്തെ ഒന്ന് നോക്കാം പ്ലീസ്. ടേബിൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഈ ഒരു ഡാറ്റ ഷീറ്റിൽ നിന്ന് സെല്ല് സെലക്ട് ചെയ്യുക, Ctrl+T പ്രസ് ചെയ്താൽ മതി, എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് വരും. അഡീഷണൽ ഒരു കോളം കൊടുത്തു നോക്കുക, എന്നിട്ട് ഈക്വൽ ടു ഏത് ഫംഗ്ഷൻസ് ആയിട്ട് വരെ ഇവിടുന്ന് അപ്ലൈ ചെയ്യുക. അതിന് ക്വാണ്ടിറ്റി ഇൻറ്റു റവന്യൂ അടിച്ചു നോക്കൂ, ആ ലെവലിൽ നമുക്ക് കിട്ടും റിസൾട്ട്. കോളം ഫ്രീസ് ചെയ്യേണ്ടത് നോക്കി നോക്കൂ. അതുപോലെ തന്നെ താഴത്തുള്ള ഈ ടോട്ടൽ ഈ ഒരു റോസ് ഓട്ടോമാറ്റിക്കലി അപ്പിയർ ഉണ്ടോ നോക്കി നോക്കൂ. കംപ്ലീറ്റ്ലി കിട്ടും, സബ് ടോട്ടൽ വരെ ഈസി ആയിട്ട്. ജസ്റ്റ് ഒരു 5 minutes പ്ലീസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എല്ലാവരും അധികം ആൾക്കാർക്ക് കിട്ടുന്നതാണ് ഷീറ്റ്, അതുകൊണ്ട് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊന്ന് നോക്കി നോക്കൂ. കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി, ഡൺ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വോയിസ് ഇട്ടോ, നോ ഇഷ്യൂ. Okay. ഹലോ, ഹായ്. Hi. ഞാൻ മറ്റേ കമ്മീഷന്റെ അതിന് മുന്നായിട്ട് നമ്മൾ സബ് ടോട്ടൽ ചെയ്യുമ്പം ഈക്വൽ ടു റവന്യൂ അറ്റ് 20% അത് പറഞ്ഞില്ല, അതെങ്ങനെയാണെന്ന് കൂടെ പറയൂ. അതായത് ഈക്വൽ ടു, അതായത് ഞാൻ കൊടുത്തത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ കമ്മീഷൻ ഇതിൽ കൊടുക്കുന്നു. ഓക്കെ, ഞാനിപ്പോ എൻ്റർ ചെയ്തു. ഓക്കെ, ടേബിളിൽ കൺവേർട്ട് ചെയ്തു. ഓക്കെ, സോ ഇവിടെ ഞാൻ കമ്മീഷൻ എന്നുള്ള ആഡ് ഓൺ കൊടുക്കുന്നു. ഇവിടെ ഈക്വൽ ടു 1400 ഇൻറ്റു 20%. അതായത് ഞാൻ ജസ്റ്റ് സെല്ല് സെലക്ട് ചെയ്യുമായിരുന്നു. സെല്ല് സെലക്ട് ചെയ്തതാണ്, കാരണം ഈ സെൽ റെഫറൻസ് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ ടാബ്ലർ ഫോർമാറ്റ് ആണെങ്കിൽ സെൽ F2 എന്ന് കാണിക്കുള്ളൂ, പക്ഷെ ഇത് കറക്റ്റ് റവന്യൂ എന്ന് കാണിച്ചു. റൈറ്റ്, നമുക്ക് ഒരു മീനിങ് ഫുൾ ആയ ഒരു വേർഡ് ഇവിടെ കിട്ടി, റവന്യൂവിന്റെ 20%. മറ്റേതെന്താ F2, ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ. അതാണ് അതിന്റെ ഡിഫറൻസ് കാണിച്ചത്. ക്ലിയർ അല്ലേ? അതെ. ഓക്കെ, ഗ്രേറ്റ്.
ഇത് ആക്ച്വലി ടേബിൾ എന്തുകൊണ്ടാണ് കാണിക്കാൻ കാരണം വെച്ചാൽ പിവോട്ട് ടേബിൾ ഉണ്ടാക്കുന്നത് മസ്റ്റ് ആട്ടോ. പിവോട്ട് അല്ല, ഏത് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് ചെയ്തോളൂ. അത്രയും ടൈം കുറച്ച് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡാറ്റ ക്ലീനിങ്. ഇപ്പൊ എടുക്കാൻ പോകുന്ന ഒരു മാജിക്കൽ ടൂൾസ് ആണെന്ന് പറയാം, ഫ്ലാഷ് ഫിൽ എന്ന് പറയും. എത്ര ആൾക്കാർ യൂസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല, പക്ഷെ ചെയ്യാത്തൊരു ഇതുവരെ അറിയാത്തൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സംഭവം അത്. ആക്ച്വലി 2013 ഈ ഫ്ലാഷ് ഫിൽ എന്നുള്ള ഈ ഒരു പർട്ടിക്കുലർ മാജിക്കൽ ടൂൾ എക്സൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മ്യൂട്ട് ചെയ്യൂ ഇറ്റ്സ് പോസിബിൾ. സോ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടഡ് ഫ്രം ERP എന്ന ഈ സെക്ഷൻ ഉണ്ടല്ലോ, ജസ്റ്റ് അസ്യൂം ചെയ്യുക നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ് ഉണ്ട്. അതിലൊരു സപ്ലയർ അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇങ്ങനെ അയച്ചു തന്നത്. അപ്പോൾ എനിക്കിത് സഗ്രിഗേറ്റ് ചെയ്യണം. ഐ മീൻ ഇത് ഫസ്റ്റ് ഇത് എന്താണ്, ഇൻവോയ്സ് നമ്പർ ആണ്. സെക്കൻഡ് എന്താണ്, നെയിം. തേർഡ് വൺ സെയിൽസ് സോൺ. ഫോർത്ത് വൺ കൺട്രി, പേയ്മെന്റ് മോഡ് ആൻഡ് യൂണിറ്റ് പ്രൈസ്. ഇങ്ങനെ മിക്സപ്പ് ചെയ്തുകൊണ്ടാണ് വന്നത്. ഇതൊരാൾ അയച്ചു തന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ERP അല്ലെങ്കിൽ SAP അല്ലെങ്കിൽ ഒറാക്കിൾ ഏതെങ്കിലും ഇമ്പോർട്ട് ചെയ്താണെങ്കിൽ ഈ ചില സിറ്റുവേഷൻ നമുക്ക് കിട്ടാറുണ്ട് ഇങ്ങനെ, റൈറ്റ്? അപ്പോൾ ഇതെനിക്ക് സഗ്രിഗേറ്റ് ചെയ്യണം. അപ്പം സഗ്രിഗേറ്റ് ചെയ്യണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഷീറ്റ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് നോക്കൂ 8040 ലൈൻ ഐറ്റംസ് ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ സഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റ് ഇതാ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തു. എനിക്കറിയാം അത് എന്തൊക്കെയാണെന്നുള്ളത്, പക്ഷേ ഇതെനിക്ക് സെപ്പറേറ്റ് കോളത്തിലേക്ക് കാണാം. ചെയ്തു സെയിൽസ്മാൻ റൂബി പട്ടേൽ and sales zone north, country France, payment mode check. Okay, ലാസ്റ്റ് ജസ്റ്റ് അസ്യൂം ചെയ്ത പ്രൈസ് ആണെന്ന് അസ്യൂം ചെയ്യാം. പ്രൈസ് എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത്. ഇപ്പോൾ കറക്റ്റ് ആയി വന്നു. പക്ഷെ 8000 ലൈനസ് ഞാൻ അങ്ങനെ മാനുവലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് യാതൊരു ആവശ്യമില്ല. അതിനാണ് എക്സൽ 2013 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലാഷ് ഫിൽ എന്ന് പറയും. ആ ഫ്ലാഷ് ഫില്ല് ഡാറ്റ എന്നുള്ള ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ ഡാറ്റ ടൂൾസ് ഉണ്ടാവും. അവിടെ ഫ്ലാഷ് ഫിൽ. ഇവിടെ തന്നെ പറയും ഫ്ലാഷ് ഫിൽ എന്താണെന്നുള്ളത്. Ctrl-E ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. അവിടെ പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഫിൽ ഇൻ വാല്യൂ. Enter a couple of example you want as output and keep the active cell in the column you want to fill in. അതുകൊണ്ട് ഞാൻ ഇവിടെ ആക്റ്റീവ് സെൽ എവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഞാൻ അടുത്തത് എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണല്ലോ. അത് കൂടാണ്ട് ഒറ്റ കണ്ടീഷൻ എക്സൽ പറയുന്നത് ഒരു എക്സാമ്പിൾ മുകളിൽ കൊടുക്കുക, ഒരു പാറ്റേൺ. എക്സലിന് മനസ്സിലാവണം ഏത് പാറ്റേണിലാണ് വേണ്ടതെന്നുള്ളത്. അത് ഞാൻ കൊടുത്തു കഴിഞ്ഞു മുകളിൽ. ശേഷം ആക്റ്റീവ് സെല്ലിൽ ഞാൻ കേഴ്സർ പ്ലേസ് ചെയ്തു. ശേഷം ഞാൻ Ctrl-E പ്രസ് ചെയ്യാട്ടോ. Ctrl-E, നെക്സ്റ്റ് Ctrl-E, നെക്സ്റ്റ് Ctrl-E. ചെയ്ത് നോക്കൂ. Ctrl-E. ആകെ കണ്ടീഷൻ എന്താ, നമ്മൾ ആ പാറ്റേൺ ഫസ്റ്റ് ലൈനിലുണ്ടല്ലോ സെറ്റ് ചെയ്ത് വെക്കണം. കാരണം എക്സൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാറ്റേൺ. അതാണ് ഇവിടെ മുകളിൽ തന്നെ പറഞ്ഞത്. ഡാറ്റയിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് ഫില്ലാണ് ഓട്ടോമാറ്റിക്കലി ഫിൽ ഇൻ ദ വാല്യൂ. എൻ്റർ എ കപ്പിൾ ഓഫ് എക്സാമ്പിൾ. ഞാൻ എക്സാമ്പിൾ അതായത് ആ പാറ്റേൺ സെറ്റ് ചെയ്ത് വെച്ചു, ഒറ്റ എക്സാമ്പിൾ. ബാക്കി ഓട്ടോമാറ്റിക്കലി അത് ഫിൽ ചെയ്ത് പോകുന്നു ആ ഒരു പ്രോപ്പർ ഡാറ്റ തന്നെ. ഇവിടെ നോക്കൂ, അതിന്റെ സ്പെഷ്യൽ ക്യാരക്ടറൊക്കെ ഒഴിവാക്കിക്കൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ ഇവിടെ ജനറേറ്റ് ചെയ്തു. ഓൾമോസ്റ്റ് 8000 സംതിങ് ലൈൻ ഐറ്റംസ്, റൈറ്റ്? 8000 ആയിക്കോട്ടെ, എക്സലിന്റെ കപ്പാസിറ്റി 10 lakh സംതിങ് ആണ്. എന്നിരുന്നാലും അത് ക്വിക്ക് ആയിട്ട് നമ്മൾ ഡാറ്റ ഫില്ലപ്പ് ചെയ്ത് വന്നത്, റൈറ്റ്? ഒറ്റ പാറ്റേൺ തന്നെ കിട്ടുന്നുണ്ടോ നോക്കി നോക്കൂ പ്ലീസ്. ഫൺ ക്വസ്റ്റ്യൻ. നിങ്ങളിപ്പോ ഓരോ ടാബിലും ഈ 1 by 1 ആയിട്ടാണല്ലോ പേസ്റ്റ് ചെയ്തത്, Ctrl-E ചെയ്തത്. അതിന് പകരം ഫസ്റ്റ് മാത്രം പ്ലേസ് ചെയ്ത് നമുക്ക് ഡ്രാഗ് ചെയ്താൽ പറ്റുമോ റൈറ്റ് സൈഡിലേക്ക്? ഇല്ല കിട്ടില്ല. പറ്റില്ല. ഓക്കെ, കിട്ടില്ല. ഞാൻ ഇപ്പൊ ഒരു പാറ്റേൺ കൊടുത്തു എക്സൽ. ഞാൻ എന്തൊരു പാറ്റേൺ എടുത്ത് പറയാൻ കാരണം ഇപ്പൊ ഈ ഒരു കേസിലും ഇപ്പൊ ഈ ഒരു ഓക്കെ, ഈ ഒരു ഫ്ലാഷ് ഫിൽ ബ്ലാങ്ക് ഏരിയയിൽ ഞാൻ എന്താക്കി 1 ഇട്ടു, റൈറ്റ്? ഞാൻ ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു. ഡ്രാഗ് ഡൗൺ ചെയ്താലും താഴത്തേക്ക് വരുന്നതും അവിടെയൊക്കെ അതിന്റെ പ്രിവ്യൂ കാണിക്കുന്നത് 1 വരുള്ളൂ. കണ്ടില്ല, 1 1 1. ഞാൻ റിലീസ് ചെയ്തു. ഞാൻ സീരീസ് ആക്കി വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് ഫിൽ സീരീസ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഫില്ലപ്പ് ചെയ്ത് വന്നു 1 2 3, റൈറ്റ്? ഇനി അഥവാ വേണ്ട, എനിക്ക് അതിലേക്ക് ഒന്നും പോകണ്ട, ഡയറക്ട്ലി ഇവിടുന്ന് വേണം, ജസ്റ്റ് Ctrl-Key പ്രസ് ചെയ്ത് പിടിച്ചാൽ അഡീഷണലി ഒരു പ്ലസ് ഐക്കൺ അവിടെ വരുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് ഡ്രാഗ് ഡൗൺ ചെയ്താൽ മതി. 14 വരെ വന്നു. നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും എക്സലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഞാൻ MON മൺഡേ ടൈപ്പ് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി വന്നു. അതുപോലെ തന്നെ ജൂൺ
ഓട്ടോമാറ്റിക്കലി വന്നു കംപ്ലീറ്റ്ലി, റൈറ്റ്? ഇതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുക? ഇത് എക്സൽ എങ്ങനെ, അത് കസ്റ്റം ലിസ്റ്റ് എന്ന് പറയും. എന്തുകൊണ്ട് ABCD വന്നുകൂടാ? അതേപോലെ തന്നെ ഞാൻ അത് ABCD എന്റെ സിസ്റ്റത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ A ടൈപ്പ് ചെയ്തു, ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, വരുന്നുണ്ട്. പക്ഷെ നിങ്ങളെ സിസ്റ്റത്തിൽ നോക്കി നോക്കൂ, ഇത് ഞാൻ മാനുവലി സെറ്റ് ചെയ്ത് വെച്ചതാ, കിട്ടില്ല, A മാത്രമേ വരുള്ളൂ. ഇതൊക്കെ എവിടെ സെറ്റ് ചെയ്ത് വെച്ചത്? ഇത് എന്തിനാണ് ഞാൻ പറയാൻ കാരണം, എനിക്ക് ഒരു പർട്ടിക്കുലർ സീരീസ് ഓഫ് നമ്പേഴ്സ് റെഗുലർ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ സീരീസ് ഓഫ് നമ്പേഴ്സ്, ആ പാറ്റേൺ എന്താക്കണം, കസ്റ്റം ലിസ്റ്റിൽ പോയിട്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, എനിക്ക് എപ്പോഴും ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അത് ടൈപ്പ് ചെയ്യണം, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. അതിന് പകരം ഞാൻ കസ്റ്റം ലിസ്റ്റിൽ പോയി സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കേസിൽ ഞാനിപ്പോ AB AC AD AE, ഓക്കെ. നിങ്ങൾക്ക് AB അടിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളതും ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കിട്ടും. അപ്പം ഇതാദ്യം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. ഇത് എവിടത്തൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടത്? ഒരു ഫയൽ, ക്ലിക്ക് ഓൺ ഓപ്ഷൻസ്, ഇവിടെ അഡ്വാൻസ് എന്ന സെക്ഷൻ കാണാൻ പറ്റും. അത് ജസ്റ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും എഡിറ്റ് കസ്റ്റം ലിസ്റ്റ്. ക്ലിക്ക് ചെയ്ത് നോക്കൂ, ഇവിടെ കാണാൻ പറ്റും ലിസ്റ്റ്. എക്സൽ മൈക്രോസോഫ്റ്റ് ഓൾറെഡി പ്രീ ബിൽഡ് ചെയ്ത് വെച്ചതാണ്. മൺഡേ ട്യൂസ്ഡേ, അതായത് പല രീതി നമ്മൾ ടൈപ്പ് ചെയ്യുമല്ലോ, 3 letters, full letters, like Jan, February, like ആ ലെവൽ. ഷുവർ കാണിച്ചു തരാം, ഫ്ലാഷ് വിൽ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ ABCD സെറ്റ് ചെയ്ത് വെച്ചു, അത് കറക്റ്റ് വന്നു. ഈസ്റ്റ് വെസ്റ്റ് അത് കറക്റ്റ് വന്നു. പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ ഇതും കൂടി എനിക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പാരോ ക്ലിക്ക് ചെയ്യുക, അപ്പാരോ ആ റേഞ്ച് സെലക്ട് ചെയ്തു, ഡൗൺ ആരോ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് ചെയ്തു ഈ ലെഫ്റ്റിലേക്ക് വന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു, ഓക്കെ. ഇനി ഞാനൊരു AB പ്രസ് ചെയ്യുന്നു, AB ടൈപ്പ് ചെയ്തു, ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു. കണ്ടില്ല, കറക്റ്റ് ആ പാറ്റേൺ വന്നു. പാറ്റേൺ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരാൾ റിക്വസ്റ്റ് ചെയ്തു ഫ്ലാഷ് ഫിൽ ഒരു വട്ടം കൂടി കാണിക്കാൻ. ഫ്ലാഷ് ഫില്ല് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാറ്റേൺ കൊടുത്തതിനനുസരിച്ച് ബാക്കി എക്സൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്ത് തരാം. അതുകൊണ്ട് ഓൾറെഡി ഇവിടെ ഞാനൊരു പാറ്റേൺ ഇവിടെ കൊടുക്കാം. കോപ്പി ചെയ്തു, ഇൻവോയ്സ് നമ്പർ, കാരണം നമുക്കറിയാം ഇതിന് ഇൻവോയ്സ് നമ്പർ ഏതാണ്, പേര് ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വിചാരിക്കാം. സോ അതുകൊണ്ട് അതിന് തൊട്ടടുത്ത് തന്നെ കോളംസ് ക്രിയേറ്റ് ചെയ്യും. ശേഷം ആ റെസ്പെക്റ്റീവ് കണ്ടന്റ് എടുത്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുക. നിങ്ങൾ റുബി പട്ടലിന്റെ കൂടെ ഈ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നെയിമിന്റെ കൂടെ ആ റെസ്പെക്റ്റീവ് ഐക്കൺ വരും. അതുകൊണ്ടാണ് കറക്റ്റ് അവിടെ ഐക്കൺ ഒഴിവാക്കി കൊണ്ട് കൊടുത്തത്. നോർത്ത് എടുക്കുന്നു, ആൻഡ് ഫ്രാൻസ് എടുക്കുന്നു, ആൻഡ് ചെക്ക്. ഇതൊരു 1 time ജോബാണ്, ഒരു 1 minute പോലും എടുക്കില്ല, സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് കിട്ടില്ല. ശേഷം എന്താക്കുന്നു, നമുക്കിനി വേണ്ട ഡാറ്റ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, റിസൾട്ട് ഉടനെ ജനറേറ്റ് ചെയ്യുന്നത് ഈ സെല്ല് തൊട്ടിട്ട് കേഴ്സർ പ്ലേസ് ചെയ്യുക. പാറ്റേൺ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. ശേഷം Ctrl+E, അതും അല്ലെങ്കിലോ ഫ്ലാഷ് ഫിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഫിൽ ചെയ്ത് വന്നു. നെക്സ്റ്റ് ഇവിടെ വേണ്ടത് ഫ്ലാഷ് ഫിൽ ഓട്ടോമാറ്റിക്കലി വന്നു. ക്ലിയർ ആണോ? എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. Yes, fine, it's clear. Thank you. ഈ നെക്സ്റ്റ് ഈ ഒരു സെക്ഷനിലേക്ക് നൽകാം. ഞാൻ പറഞ്ഞു ഈ പാറ്റേണിന്റെ കേസ് എനിക്ക് 100 കൊടുത്തു, 150 കൊടുത്തു. അപ്പം 150 ഇവിടെ 50 ആണ് ഇതിന്റെ ഡിഫറൻസ് അല്ലേ. എനിക്ക് ഈ ഒരു പാറ്റേൺ ഡ്രാഗ് ഡൗൺ ചെയ്യണം. നെക്സ്റ്റ് വേണ്ടത് 200, 250 ആ ലെവൽ. അപ്പൊ ആദ്യം സെലക്ട് ചെയ്യുക ഈ ഒരു പാറ്റേൺ, എക്സലിൽ മനസ്സിലാക്കി കൊടുക്കുക. ഫസ്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്യുക, രണ്ടും കൂടി സെലക്ട് ചെയ്യുക. ഇത് ഡ്രാഗ് ഡൗൺ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി ആ ലെവൽ വന്നു. അതായത് 1, 3 ഓഡ് നമ്പേഴ്സ് മാത്രമേ വരാൻ പറ്റുള്ളൂ. സെലക്ട് ചെയ്തു, ഡ്രാഗ് ഡൗൺ ചെയ്തു. അത് ഈവൻ നിങ്ങൾ മൺഡേക്ക് ശേഷം വെനസ്ഡേ ടൈപ്പ് ചെയ്തു, ആ ലെവലും നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഫ്രൈഡേ ആൻഡ് സൺഡേ, ട്യൂസ്ഡേ. ഓക്കെ, എക്സലില് നമ്മുടെ കറന്റ് ഡേറ്റ് ഇൻസെർട്ട് ചെയ്ത് ഷോർട്ട് കട്ട് ചെയ്യാണ്. സെല്ലിൽ കേഴ്സർ പ്ലേസ് ചെയ്യുക, കൺട്രോൾ സെമിക്കോളൻ. നമ്മുടെ സിസ്റ്റത്തിൽ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. കൺട്രോൾ സെമിക്കോളൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യും. നെക്സ്റ്റ് സബ് ടോട്ടൽ. നിങ്ങൾ ഈ മുന്നിൽ കാണുന്ന ഈ ഡാറ്റാബേസ് ജസ്റ്റ് അസ്യൂം ചെയ്യാം ഒരു ടീ പൗഡർ കമ്പനീന്റെ സെയിൽസ് ഡാറ്റ എന്നുള്ളത്.
ഒരു പർട്ടിക്കുലർ പീരീഡ്. ഇവിടെ ക്വാർട്ടർ കാണാൻ പറ്റും, സോൺ കാണാം, സെയിൽസ് പേഴ്സൺ, കാറ്റഗറി, ടൈപ്പ്, പേയ്മെന്റ് ടൈപ്പ്, അതായത് കസ്റ്റമർ പൈസ തന്നത് ഏത് മോഡലാണുള്ളത്, യൂണിറ്റ് പ്രൈസ്, ക്വാണ്ടിറ്റി, ടോട്ടൽ. അപ്പോൾ സെയിൽസ് പേഴ്സൺ സെയിം സെയിൽസ് പേഴ്സൺ റിപ്പീറ്റ് ചെയ്ത് സെയിൽസ് കൊണ്ടുവരുന്നത്. ഇയാൾ തന്നെ ജാൻകോട്ടാസ് തന്നെ ET, അതുപോലെ തന്നെ ഗ്രീൻ പേപ്പർ, അതുപോലെ തന്നെ ക്യാഷ് മോഡൽ വരുന്നുണ്ട്, ചെക്കിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആൻഡ് ഡിഫറെന്റ് സോണിൽ സെയിൽ നടത്തിയിട്ടുണ്ട്. അപ്പം ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ഓർഡർ ബേസിൽ കാണാൻ പറ്റും അല്ലെ. ഓൾമോസ്റ്റ് ഒരു 65 ഐറ്റംസ് ഉണ്ട് ഇവിടെ ഡിഫറെന്റ് ട്രാൻസാക്ഷനിൽ. ഇൻഫാക്ട് ഇവിടെ ആകെ സ്റ്റാഫ് ഉള്ളത്, ടോട്ടൽ സ്റ്റാഫ് ഉള്ളത് 8 ആൾക്കാരാണ്. ഈ 8 പേരാണ് ഡിഫറെന്റ് ഡേറ്റിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ക്വാർട്ടർ വൈസിൽ ഈ സെയിൽ കമ്പനിയിലേക്ക് ബ്രിങ് ചെയ്തത്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു അല്ലെങ്കിൽ നിങ്ങളൊരു ടീം ലീഡ് ആണെങ്കിൽ നിങ്ങൾ അണ്ടറുള്ള ആൾക്കാരാണ് ഈ 8 ആൾക്കാർ. ഓക്കെ, ഈ 8 ആൾ നിങ്ങൾ അണ്ടറുള്ള ആൾക്കാർ. നിങ്ങളെ മാനേജറിന് നിങ്ങൾ പ്രസന്റേഷൻ കൊടുക്കാൻ വേണ്ടി നിൽക്കണം. നിങ്ങളുടെ ടീമിന്റെ ഓവറോൾ സെയിൽസ് ആണുള്ളത്. അപ്പൊ നിങ്ങളുടെ മാനേജർ പറയാണ് ഓക്കെ എനിക്ക് ആ റിപ്പോർട്ട് കാണിക്കും. ഇത് ജസ്റ്റ് അസ്യൂം ചെയ്യുക നിങ്ങളൊരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ERP ഇമ്പോർട്ട് ചെയ്ത റിപ്പോർട്ടാണ്. പക്ഷെ അത് അനലൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കിട്ടിയത്. കാരണം അത് ഒരു ട്രാൻസാക്ഷൻ ബേസിലാണ് ഡേറ്റ് മോഡലാണ് കിട്ടിയത്, റൈറ്റ്? ഇത് എനിക്ക് അനലൈസ് ചെയ്യണം, ക്വിക്കായിട്ട് തന്നെ നമുക്കൊരു പ്രസന്റേഷൻ മോഡിലേക്ക് എത്തിക്കണം. അതിനാ സബ് ടോട്ടൽ എന്ന് പറയാം. ആ മാനേജർ ചിലപ്പോൾ ഒരു മീറ്റിംഗിൽ ചോദിക്കുക പെട്ടെന്നായിരിക്കും, ഓക്കെ ഇന്ന സെയിൽസ്മാന് എത്ര ടോട്ടൽ, അല്ലെങ്കിൽ ഇന്ന സോണിന് എത്ര ടോട്ടൽ, എത്ര ക്വാണ്ടിറ്റി വിറ്റു. അതിന് നമ്മൾ ഈ സബ് ടോട്ടൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയുള്ളത് നോക്കാം. ഇതൊരു 4 സ്റ്റെപ്പ് ഉണ്ട്. ജസ്റ്റ് ഇത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ആദ്യം വേണ്ടത് ഫോർ എക്സാമ്പിൾ ഡാറ്റ കിട്ടി. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മീറ്റിംഗ് റൂമിൽ കയറി വിചാരിക്കും. അതായത് ജസ്റ്റ് അസ്യൂം ചെയ്യാൻ ഞാൻ ടീം ലീഡ് ആണ്, എന്റെ മാനേജർ തൊട്ടടുത്തുണ്ട്, എന്നോട് പറയാണ് അൽഫാൻ എനിക്ക് സെയിൽസ് പേഴ്സൺ വൈസിൽ യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും ടോട്ടലും കിട്ടണം, സെയിൽസ് പേഴ്സൺ വൈസിൽ. പക്ഷെ എനിക്കൊരു സബ് ടോട്ടൽ ഒരു എക്സൽ അറിയാത്ത ആളാണെങ്കിൽ എന്താക്കും, ഓക്കെ ജോൺ കാർട്ടോസിന്റെ 1 ഉണ്ട്, ഇവിടെയും ഉണ്ട് അല്ലെ. അതിങ്ങനെ മാനുവലി കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യണം. അതിന് യാതൊരു ആവശ്യമൊന്നുമില്ല. ക്വിക്കായിട്ട് നമുക്ക് സബ് ടോട്ടൽ ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ വേണ്ടത് നമുക്കറിയാം ക്രൈറ്റീരിയ എന്താണുള്ളത്, സെയിൽസ് പേഴ്സൺ വൈസിലാണ് വേണ്ടത്, റൈറ്റ്? അതുകൊണ്ട് ആദ്യം ഈ ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡാറ്റ സെലക്ട് ചെയ്യാം, Ctrl+A. ശേഷം ഡാറ്റ സോർട്ട് ആൻഡ് ഫിൽട്ടർ എന്ന ഗ്രൂപ്പിൽ പോയിട്ട് സോർട്ട് അടിക്കാം. നമ്മളെ ക്രൈറ്റീരിയ മൈൻഡിൽ എപ്പോഴും വേണം. ക്രൈറ്റീരിയ എന്താ, സോർട്ട് ബൈ സെയിൽസ് പേഴ്സൺ. ഓപ്റ്റ് ചെയ്തു, ഓക്കെ. അപ്പൊ കംപ്ലീറ്റ്ലി ആ സെയിൽസ് പേഴ്സൺ വൈസിൽ ഡാറ്റ സോർട്ട് ചെയ്ത് വന്നു. പക്ഷെ എന്നാലും ആ എക്സ്പെക്ടേഷൻ നമ്മൾ മീറ്റ് ചെയ്തിട്ടില്ല. എന്റെ മാനേജർ എന്താ ചോദിച്ചത്, സെയിൽസ് പേഴ്സൺ വൈസിൽ ക്വാണ്ടിറ്റിയും വേണം, ടോട്ടലും യൂണിറ്റ് പ്രൈസും. പക്ഷെ ഇത് ടോട്ടൽ കാണിക്കുന്നില്ല, റൈറ്റ്? ഇൻ നെക്സ്റ്റ് ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ആ ക്രൈറ്റീരിയ സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്തു സെയിൽസ് പേഴ്സൺ, വീണ്ടും ഇത് സെലക്ട് ചെയ്തു. ഈ ഡാറ്റ എന്നുള്ള ടാബിൽ തന്നെ ഈ എൻഡിൽ ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, ഔട്ട്ലൈൻ എന്നുള്ളത്. അതിൽ സബ് ടോട്ടൽ ഉണ്ടാവും. ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു 3 ഫീൽഡ് കാണും. അറ്റ് ഈച്ച് ചേഞ്ചസ് ഇൻ ഇവിടെ കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ക്രൈറ്റീരിയ ആണ്. ഇവിടെ കാണിക്കുന്ന ലിസ്റ്റ് എന്താ, ഈ കംപ്ലീറ്റ് ഹെഡിങ്സ് ആണ്. സോ നമ്മുടെ ക്രൈറ്റീരിയ എന്താ, സെയിൽസ് പേഴ്സൺ ആണ്. സെയിൽസ് പേഴ്സൺ ഓപ്റ്റ് ചെയ്തു. അതായത് ആ സെയിൽസ് പേഴ്സൺ ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ചേഞ്ച് ഇവിടെ ബാക്കിയുള്ള ഇമ്പാക്ട് ആവുന്ന. അതുകൊണ്ട് അറ്റ് ഈച്ച് ചേഞ്ചസ് ഇൻ സെയിൽസ് പേഴ്സൺ ക്രൈറ്റീരിയ ഇവിടെ കൊടുക്കാം. യൂസ് ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്, ഇതിന്റെ ടോട്ടൽ എനിക്ക് വേണ്ടത്, കൗണ്ട് അല്ല. കൗണ്ട് വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ ടോട്ടലാണ് വേണ്ടത്. 99% സെയിൽസ് സബ് ടോട്ടൽ ഉപയോഗിക്കുന്നത് ടോട്ടലും വേണ്ടിയിട്ടാണ്. സം ഓപ്റ്റ് ചെയ്തു. ശേഷം എനിക്ക് ഇതിന്റെ റിസൾട്ട് എന്തൊക്കെയാണ് വേണ്ടത്, യൂണിറ്റ് പ്രൈസിന്റെ വേണം, ക്വാണ്ടിറ്റിന്റെ വേണം, ടോട്ടൽ വേണം. എന്ത്, സം വാല്യൂ. ടോട്ടൽ ഇവിടെ ഓൾറെഡി ടിക്ഡ് ആണ്, ക്വാണ്ടിറ്റി, യൂണിറ്റ് പ്രൈസ്, ഈ 3 ഓപ്റ്റ് ചെയ്തു. അതായത് ഈ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ ഫസ്റ്റ് സെയിൽസ് പേഴ്സൺ ഓപ്റ്റ് ചെയ്തു, സെലക്ട് ചെയ്തു. കാരണം അതാണ് ക്രൈറ്റീരിയ. സോർട്ട് ചെയ്തതിനു ശേഷം കേട്ടോ. രണ്ടാമത് ഏത് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്, സം ഫംഗ്ഷനാണ്. ടോട്ടലാണ് കിട്ടുന്നത്. എന്തിന്റെ ടോട്ടലാണ് കിട്ടേണ്ടത്, യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും ടോട്ടൽ. ഞാനിവിടെ ഓക്കെ പ്രസ് ചെയ്യുന്ന മുന്നേ നിങ്ങൾ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കണം. എ എന്ന കോളത്തിന്റെയും 1 എന്നുള്ള റോന്റെ മിഡ് ആയിട്ട് സബ് ആയിട്ട് ഡിഫറെന്റ് ഷീറ്റ്സ് വരുന്നത് കാണാൻ പറ്റും. ഓക്കെ പ്രസ് ചെയ്തു. ഇവിടെ കാണാം 1, 2, 3. നിങ്ങൾ ഇപ്പോൾ ഉള്ളത് 3-ലാണുള്ളത്, 3rd-ലുള്ളത്. ഇപ്പൊ 3rd ടേബിളിൽ നോക്കി നോക്കൂ. ആ റെസ്പെക്റ്റീവ് സെയിൽസ് പേഴ്സന്റെ ടോട്ടൽ കാണാം. ആനന്റെ കാണാൻ പറ്റും. നെക്സ്റ്റ് ജാൻകോട്ടാസ്, അവരുടെ ടോട്ടൽ കാണാം. പക്ഷെ ഇതൊരു 62 ഉണ്ടെങ്കിലും ഇത് 6000 ലൈൻ ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്റെ മാനേജർ പറയും എനിക്ക് ഇങ്ങനെ കാണണ്ട, എനിക്ക് ഇൻഡിവിജ്വൽ വൈസ് കണ്ടാൽ മതി. അത് ഏറ്റവും ബെസ്റ്റ് എന്താ, നിങ്ങൾ സെക്കൻഡ് ഈ 2ാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതൊന്നും കൂടി ചുരുങ്ങും. കണ്ടില്ലേ, കംപ്ലീറ്റ് കംപ്രസ് ചെയ്തു. അപ്പോൾ ഓക്കെ, ഇപ്പൊ വിസിബിൾ ആണ്.
എല്ലാവരും ടോട്ടൽ സെയിൽസ് കണ്ടു. അപ്പൊ പെട്ടെന്ന് മാനേജർ ക്വസ്റ്റ്യൻ റൈസ് ചെയ്തു, എന്തുകൊണ്ട് ക്വാണ്ടിറ്റി 37, ലോറ എന്തുകൊണ്ട് അത്രയും എന്തിനും പറയാ സെയിൽ കൊണ്ടുവരാൻ കാരണം വളരെ ലെസ് ആണല്ലോ, ഒന്ന് അവരൊന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതിന്റെ അഗെയിൻസ്റ്റ് പ്ലസ് ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ലോറ ആകെ 2 സെയിലുള്ളൂ, സൗത്തിലും വെസ്റ്റിലും മാത്രം. ജസ്റ്റ് ക്വിക്കായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒന്നും ഉണ്ടാവും, എന്തുകൊണ്ടാണ് 1 എന്താണുള്ളത്? 1 എന്താ? ഗ്രാൻഡ് ടോട്ടലാണ്. അത് വലിയ യൂസേജ് ഒന്നുമില്ല, അധികം ആൾക്കാർ ഉപയോഗിക്കുക സെക്കൻഡ് ആണ്. ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം ഇഷ്ടമുള്ള രീതിയിൽ. നമുക്ക് വേണമെങ്കിൽ തേർഡിൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. തേർഡിൽ എല്ലാം മിനിമൈസ് ചെയ്യാം, പക്ഷെ ഇത് ടൈം എടുക്കുന്നു മാത്രം. ഡയറക്ട്ലി സെക്കൻഡ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിട്ട് സബ് ടോട്ടൽ കിട്ടും. ഇനി നമ്മൾ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പഴയതിലേക്ക് തേർഡിൽ വരാം, ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യുക, സബ് ടോട്ടൽ റിമൂവ് ഓൾ, പഴയതിലേക്ക് പോകുന്നു. നമുക്കൊന്ന് ഒരുമിച്ച് ചെയ്യാം, അപ്പൊ ഒന്ന് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ സെയിൽസ് പേഴ്സൺ വൈസിലാണോ വെച്ചത്. ഈ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് പേയ്മെന്റ് ടൈപ്പ് വൈസിലാണ് വിചാരിക്കും. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ആദ്യം കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്യുക. നമ്മുടെ ക്രൈറ്റീരിയ സെയിൽസ് പേഴ്സണിലിപ്പോൾ പേയ്മെന്റ് ടൈപ്പ് ആട്ടോ. ശേഷം സോർട്ട് ആൻഡ് ഫിൽട്ടർ ഗ്രൂപ്പിൽ പോയിട്ട് സോർട്ട് ഓപ്റ്റ് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു, പേയ്മെന്റ് ടൈപ്പ്, ഓക്കെ പ്രസ് ചെയ്യും. ഇപ്പൊ പേയ്മെന്റ് ടൈപ്പ് കംപ്ലീറ്റ്ലി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വന്നു, ക്യാഷ് വന്നു, ചെക്ക് വന്നു, റൈറ്റ്. പക്ഷെ സ്റ്റിൽ എനിക്ക് സബ് ടോട്ടൽ വന്നില്ല. അതിനുശേഷം ഈ സെലക്ഷൻ ഏരിയ പോകരുത്, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡാറ്റ തന്നെ ഈ ഔട്ട്ലൈൻ എന്നുള്ള ഗ്രൂപ്പിൽ സബ് ടോട്ടൽ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. ക്രൈറ്റീരിയ എന്താണ്? പേയ്മെന്റ് ടൈപ്പാണ്. ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുക, പേയ്മെന്റ് ടൈപ്പ്. സം ഫംഗ്ഷൻ ആണ് വേണ്ടത്, യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും ഇതൊക്കെ ടിക്ക് അങ്ങനത്തെ ഒന്നും നോട്ടെ. ഇവിടെ ആദ്യം മാറ്റി ആ സെയിൽസ് പേഴ്സൺ, കാരണം മുമ്പ് ഞാൻ സെയിൽസ് പേഴ്സൺ ചെയ്ത് പേയ്മെന്റ് ടൈപ്പ് ആക്കി, ബാക്കിയെല്ലാം ഓക്കെ ആണ്. ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി പേയ്മെന്റ് ടൈപ്പ് കാണാൻ പറ്റും ഓരോന്നിട്ട്. കംപ്രസ് ചെയ്തതിന് സെക്കൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കംപ്രസ് ചെയ്ത ലിസ്റ്റും കാണിക്കാൻ പറ്റും. ഹലോ, ഔട്ട്ലൈൻ എവിടെയാണ്? ഔട്ട് മനസ്സിലായില്ല. ഇവിടെ സബ് ഡാറ്റ പോകാനുള്ള നിങ്ങൾ ഏതാ വേർഷൻ എക്സൽ യൂസ് ചെയ്യുന്നത്? കാരണം ആ ഓപ്ഷൻസ് ഉണ്ടാവും, പക്ഷെ വേറെ ഗ്രൂപ്പ് പേര് മാറുണ്ടാവും. കാരണം 2019 ഔട്ട്ലൈൻ ആണ് കാണിക്കുന്നത്. ഇത് 13 ഡാറ്റ തന്നെ ഉണ്ടാവും, എൻഡിലേക്കായിട്ട് സബ് ടോട്ടൽ സെപ്പറേറ്റ് കാണിക്കല്ലോ, കാണുന്നില്ല? ഞാൻ റിപ്പീറ്റ് ചെയ്യണേ റിപ്പീറ്റ് ചെയ്യട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. Then can you start from subtotal once again, please? Yeah, sure. For example, ഈ കേസിൽ ഞാൻ ഇപ്പോൾ സെയിൽസ് പേഴ്സൺ വൈസിലാണ് ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ എ, കംപ്ലീറ്റ് ഡാറ്റ സെലക്ട് ചെയ്തു ആൻഡ് ഡാറ്റ ഉള്ള ടാബിലേക്ക് പോയി. ശേഷം സോർട്ട് ആൻഡ് ഫിൽട്ടർ വന്നിട്ട് സോർട്ട് ചെയ്തു. സോർട്ട് ബൈ ആ ക്രൈറ്റീരിയ സെയിൽസ് പേഴ്സൺ ഓപ്റ്റ് ചെയ്തു, ഓക്കെ പ്രസ് ചെയ്തു. ശേഷം സോർട്ട് ചെയ്ത ശേഷം സബ് ടോട്ടൽ ക്ലിക്ക് ചെയ്യുന്നു. അറ്റ് ഈ ചേഞ്ചസ് ഇൻ ആ ക്രൈറ്റീരിയ ഹെഡിങ് എന്താ? സെയിൽസ് പേഴ്സൺ ഓപ്റ്റ് ചെയ്തു. സം ഫംഗ്ഷനാണ് വേണ്ടത്, യൂണിറ്റ് പ്രൈസും ക്വാണ്ടിറ്റിയും ടോട്ടൽ ടിക്ക് ചെയ്തുകൊണ്ട് തന്നെ. ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്യുന്നില്ലേ? കിട്ടിയോ? ഓക്കെ പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കലി റിസൾട്ട് അവിടെ വന്നു. കിട്ടുന്നുണ്ടല്ലോ, റൈറ്റ്? തിരിച്ച് പഴയ നോർമലിലേക്ക് എത്തണമെങ്കിൽ ഈ തേർഡ് ഷീറ്റിൽ തന്നെ ഏതെങ്കിലും സെല്ല് സെലക്ട് ചെയ്യുക, സബ് ടോട്ടൽ ആൻഡ് റിമൂവ് ഓൾ. ഇത് ഒരു പരിധി വരെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ചോദിക്കുകയാണ്, ആ മാനേജർ ചോദിക്കുകയാണ്, ഒരേ ടൈമിൽ തന്നെ സെയിൽസ് പേഴ്സൺ ഓരോ സെയിൽസ് പേഴ്സൺ വൈസിൽ, കാറ്റഗറി വൈസിൽ ആൻഡ് പേയ്മെന്റ് മോഡ് വൈസിൽ റിസൾട്ട് വേണം. അത് ഇതല്ല, ആക്ച്വലി പിവോട്ട് ടേബിളാണ്. അത് നമ്മളെ എൻ സെഷൻ നെക്സ്റ്റ് വീക്ക് സെഷനിലാണ് കവർ അപ്പ് ചെയ്യേണ്ടി പോകുന്നത്. പക്ഷെ അത് യെസ്, ഇത് ചെറിയ ചെറിയ റിപ്പോർട്ടിനൊക്കെ നമ്മൾ ഹെൽപ്ഫുൾ ആകും കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യട്ടെ. എല്ലാവരും ക്ലിയർ അല്ലത്, റൈറ്റ്? അല്ലെങ്കിൽ പറയാം.
Yeah, it's very clear. Next ആണ് what if analysis. Actually very interesting topic ആണ് if functions. Okay, if actually n number of if ഉണ്ട്, count if, some ifs ഉണ്ട്, count ifs ഉണ്ട്, right, average if ഉണ്ട്. പക്ഷെ ഇതിൽ if condition nested if ആണ് എടുക്കാൻ പ്രിപ്പയർ വേണ്ടി പോകുന്നത്. ഇഫിന്റെ മീനിങ് എന്താ? എങ്കിൽ, ആണെങ്കിൽ, റൈറ്റ്? മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതായത് ഇന്നതാണെങ്കിൽ ഇന്നതാവണം, അല്ലെങ്കിൽ ഇന്നതല്ലെങ്കിൽ ഇന്നതാവണ്ട, അതാണല്ലോ, റൈറ്റ്? നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ ലോജിക്കൽ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ കറക്റ്റ് ലോജിക്കൽ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സൽ കറക്റ്റ് റിസൾട്ട് തരും. ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക, ഞാനിപ്പോൾ ഒരു ട്യൂഷൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ അപ്പൊ ഞാനൊരു ടെസ്റ്റ് വെച്ചു കുട്ടികൾക്ക്. ഓക്കെ, ഇവരൊക്കെയാണ് സ്റ്റുഡൻസ്. അപ്പൊ ഗ്രാൻഡ് ടോട്ടൽ എത്ര കിട്ടി ഓവറോൾ? ഞാൻ അവരോട് പറഞ്ഞു, കണ്ടീഷൻ വെച്ചു, 50-ൽ താഴെയാണെങ്കിൽ ഫെയിലും, അതിന് മുകളിലാണെങ്കിൽ മോർ ദാൻ 50 ആണെങ്കിൽ പാസും. അപ്പൊ അവരൊക്കെ എക്സാം ഒക്കെ എഴുതി എനിക്ക് കാൽക്കുലേഷനിൽ ഈ ഒരു എമൗണ്ട്, ഈ ഒരു ഗ്രാൻഡ് ടോട്ടൽ കിട്ടി, വാല്യൂ കിട്ടി. സ്റ്റാറ്റസ് എനിക്ക് ഫെയിൽ ആണോ പാസ് ആണോ ഇടണം. സോ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 35 റോ ഐറ്റംസ് ഉണ്ട്. എനിക്കറിയാം ഇത് പാസ് ആവുന്നില്ല, റൈറ്റ്? അടുത്ത് എനിക്ക് ഫെയിൽ ആണ്. പക്ഷെ ഇത് എനിക്ക് സെക്കൻഡ്സിന്റെ ഉള്ളിൽ ചെറിയൊരു ലോജിക്കൽ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് എനിക്കിത് എങ്ങനെ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ പറഞ്ഞു, ഏതൊരു ഫംഗ്ഷൻ എക്സൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫംഗ്ഷൻസ് ഓഫ് ഫോർമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു വെച്ചിട്ടാണ്. ഈ ഒരു കേസിൽ എന്താ, എനിക്കറിയാം ഇന്നതാണെങ്കിൽ ഇന്നതാവണം, അതായത് 50 എബവ് ആണെങ്കിൽ പാസ് ആവണം, അല്ലെങ്കിലോ ഫെയിൽ. അപ്പോൾ നമുക്കറിയാം ഒരു ലോജിക്കൽ ഫങ്ഷൻസ് ആണ്. ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ്, ഇതിനുണ്ടല്ലോ തന്നെ കാണാൻ പറ്റും ഒരു 3 സെക്ഷൻ, ഒരു 3 ടെക്സ്റ്റ്. അതായത് ഇതിന് പേരാണ് ഇത്. ആക്ച്വലി ഈ ബ്രാക്കറ്റിനകത്തുള്ള ഇതിന് ഓവറോൾ പറഞ്ഞ സിൻഡെക്സ് എന്ന് പറയും ടെക്നിക്കലി. ഞാൻ അധികം ടെക്നിക്കൽ ടേം ഒന്നും ട്രെയിനിങ് യൂസ് ചെയ്യാറില്ല. സിമ്പിളായി നമ്മൾ ഇൻപുട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോ ആർഗ്യുമെന്റ്സ് ആണ്. ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്താ? ലോജിക്കൽ ടെസ്റ്റ്. എന്താണ് നമ്മുടെ ലോജിക്കൽ ടെസ്റ്റ്? എന്താ കണ്ടീഷൻ? എന്റെ കണ്ടീഷൻ എന്താ? ഈ സെല്ലിലുള്ള വാല്യൂ, സെല്ല് സെലക്ട് ചെയ്തു, ലെസ് ദാൻ 50 ആണെങ്കിൽ അതാണ് എന്റെ ലോജിക്കൽ ടെസ്റ്റ്. എന്റെ കണ്ടീഷൻ അതാണ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ഇറ്റ്സ് ട്രൂ, കോമ ഇടുന്നു. ഫസ്റ്റ് ലോജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞു, ഇവിടെ കോമ ചോദിക്കും, അത് കോമ എടുക്കുക. എക്സലിന്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട്, ലോജിക്കൽ ടെസ്റ്റ് കഴിഞ്ഞാൽ കോമ ഇടണം. അങ്ങനെയാണ് വാല്യൂ ട്രൂ ആണെങ്കിൽ ഫെയിൽ ആണല്ലോ. ഫെയിൽ എന്നുള്ള ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ സിൻഡെക്സ്, അതായത് നമ്മുടെ ഒരു ഫോർമുലന്റെ ബ്രാക്കറ്റിന്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ഇൻസർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡബിൾ കോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫെയിൽ ആൻഡ് ക്ലോസ് വിത്ത് ഡബിൾ കോട്ട്. ഈ വാല്യൂ ട്രൂ ആണെങ്കിൽ ഫെയിൽ ആണല്ലോ. നെക്സ്റ്റ് എന്താ, ആ രണ്ടാമത്തെ ആർഗ്യുമെന്റ്സും കഴിഞ്ഞു. നെക്സ്റ്റ് കോമ ഇടുന്നു. എക്സൽ എന്ന് പറയാം കോമ ഇടാന്. വാല്യൂ ഫാൾസ് അല്ലെങ്കിലോ പാസും. ഡബിൾ കോട്ട് ഇടുന്നു ആൻഡ് പാസ്. ക്ലോസ് വിത്ത് ഡബിൾ കോട്ട്, ക്ലോസ് വിത്ത് ബ്രാക്കറ്റ്. ഞാൻ എൻ്റർ ചെയ്യുന്നില്ല, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഈ 3 ആർഗ്യുമെന്റ്സ് ഫസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഫസ്റ്റ് ആർഗ്യുമെന്റ് സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് വരും ലോജിക്കൽ ടെസ്റ്റ്. B2 ഉള്ള സെൽ വാല്യൂ ഇസ് ലെസ് ദാൻ 50 ആണെങ്കിൽ, ഇന്നതാണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ, അതിന് വാല്യൂ ട്രൂ ആണെങ്കിൽ ഫെയിലും, ട്രൂ ആണെങ്കിൽ ഫെയിലും, അതല്ലെങ്കിലോ പാസും, റൈറ്റ്? ക്ലോസ് ദി ബ്രാക്കറ്റ്. കാരണം എക്സലിൽ എത്രത്തോളം ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടോ അത്രത്തോളം ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ടോ. ഈ കേസിൽ ഒറ്റ ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടായിട്ടുള്ളൂ. പല കേസിലും ഡിഫറെന്റ് തരത്തിൽ 10-15 ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റിനും ഓപ്പൺ ബ്രാക്കറ്റിന്റെ കേസ് ഉണ്ടാവും മൾട്ടിപ്പിൾ ഫംഗ്ഷൻസ് കൊടുക്കുമ്പോൾ. സോ ജസ്റ്റ് ഒരു റൂൾ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് എക്സൽ ഇവിടെ ക്ലോസ് ചെയ്തു, ആ ഫംഗ്ഷൻസ് ക്ലോസ് ചെയ്തു, ക്ലോസ് ബ്രാക്കറ്റ് കൊണ്ട് എൻ്റർ ചെയ്തു, പാസ്. കാരണം 75 ആണല്ലോ. ഇനി അത് 20 ആക്കിയോട്ടെ, ഫെയിലായി, റൈറ്റ്? ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു കോർണറിൽ ഈ ഡോട്ട് ഉണ്ടല്ലോ, ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ബാക്കി എല്ലാ റിസൾട്ടും വന്നു. 8 ചെയ്ത് 25 ആക്കുന്നു, ഫെയിൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പ്ലീസ്. ഒന്നുകൂടി കാണിച്ചു തരാം. ഈക്വൽ ടു ഇഫ് ഓപ്പൺ ബ്രാക്കറ്റ് ലോജിക്കൽ ടെസ്റ്റ്, അതായത് കണ്ടീഷൻ എന്താ, ഈ സെല്ലിൽ വാല്യൂ ഈസ് ലെസ് ദാൻ 50 ആണെങ്കിൽ, 50 or 60 എന്ത് വേണമെങ്കിൽ കൊടുക്കട്ടോ, നമ്മുടെ ഇഷ്ടം, കോമ, ഡബിൾ കോട്ട് ആണെങ്കിൽ ലെസ് ദാൻ 50 ആണെങ്കിൽ എന്താ, ഫെയിൽ ആണ്, ഡബിൾ കോമ, അല്ലെങ്കിൽ
പാസ്, ഡബിൾ കോട്ട്, എൻ്റർ ചെയ്തു, കറക്റ്റ് കിട്ടി, ഫെയിൽ. ഇൻ കേസ് നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് ഫെയിൽ കാണിക്കേണ്ട, അവിടെ MTI കാണിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്ട്ലി ഇവിടെ നിന്ന് തന്നെ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഫെയിൽ എന്താക്കുക, ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക, ഒരു സ്പേസ് കൊടുത്താൽ മതി. ആ ഒരു MTന്റെ, അതായത് നമ്മളെ ആ ഒരു ആർഗ്യുമെന്റ്സ് ഫില്ലപ്പ് ആക്കണം മാത്രമേ. അതുകൊണ്ട് ഡബിൾ കോട്ട് സ്പേസ് ഡബിൾ കോട്ട് എൻ്റർ ചെയ്തു. ഇവിടെ പാസ് മാത്രം കാണിച്ചു. 70 25 ആക്കിയല്ലോ, അവിടെ MTI വന്നു. കാരണം എക്സലിൽ കറക്റ്റ് ആ ലോജിക്കലി ആ ഒരു ഇൻപുട്ട് കൊടുത്താൽ കറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും. നിങ്ങളൊരു ഡബിൾ കോട്ടിൽ സിംഗിൾ കോട്ടായി അവിടെ എറർ വന്നു. എക്സലിൽ ഓരോ റൂൾസ് ഉണ്ട്, അത് നമ്മൾ മീറ്റ് ചെയ്താൽ മതി. കിട്ടുന്നുണ്ടോ? ഫോർമുല വേണമെങ്കിൽ എൻ്റെ ഫോർമുല ഭാഗമുണ്ട്, നോക്കാം. ഇത് ആക്ച്വലി കഴിയുന്നതും മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക, ബൈ ഹാർട്ട് നോക്കരുത്. എന്തുകൊണ്ട് അങ്ങനെ വരാൻ കാരണമൊക്കെ ചോദിക്കാം. സോ മനസ്സിലാക്കി ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മളെ മൈൻഡ് സെറ്റ് ഉണ്ടാവും. അത് ബൈ ഹാർട്ട് പഠിക്കരുത്, അങ്ങനത്തെ സംഭവം അല്ലത്, ലോജിക്കൽ ടെസ്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾ ചില സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ടാവും ഫെയിലൊക്കെ റെഡ് കളറിലും പാസൊക്കെ ഗ്രീൻ കളറിലും, റൈറ്റ്? കളർ വൈസ് അത് ആക്ച്വലി ഒരു കണ്ടീഷൻ ഫോർമാറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഒരു കണ്ടീഷൻ ഇവിടെ കൊടുക്കില്ല. നമ്മളത് അപ്ലൈ ചെയ്ത ശേഷം എന്താക്കുക, നമ്മൾ ആ റേഞ്ച് കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഈ കോളത്തിൽ റേഞ്ച് കംപ്ലീറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഹോം ടാബിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടീഷൻ ഫോർമാറ്റ് ഉണ്ടാവും, ഓപ്റ്റ് ചെയ്യുക. ഇതൊരു വേറെ തന്നെ ഒരു ലോഗാണ് കേട്ടോ. ഒരു ചെറിയൊരു സാധനം പറഞ്ഞിരുന്നത്, ഹൈലൈറ്റ് സെൽ റൂൾസ്. ഒരു സെൽ റൂൾ വെക്കാം. അതായത് ഞാൻ സെലക്ട് ചെയ്ത ആ ഒരു റേഞ്ച് അല്ലെ ആ കോളത്തിൽ ഉള്ള ഏതെങ്കിലും ടെക്സ്റ്റ്, കാരണം ഫെയിലും പാസും നമ്പേഴ്സ് അല്ല, ഒരു ടെക്സ്റ്റ് ആണ്. FAILPAS ടെക്സ്റ്റ് ആണല്ലോ. അപ്പോൾ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻ ഓപ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ബൈ ഡീഫോൾട്ട് സ്റ്റാറ്റസ് കാണിക്കുന്ന ഫസ്റ്റ് സെൽ ഇതായതുകൊണ്ട് എനിക്കത് മാറ്റിയിട്ട് പാസ് ആണെങ്കിൽ പാസ് ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്നു, എനിക്ക് ഗ്രീൻ കളറിൽ കാണിക്കണം. ഓക്കെ പ്രസ് ചെയ്തു. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഫെയിൽ ആണെങ്കിൽ വീണ്ടും അത് തന്നെ സെലക്ട് ചെയ്യുക, ഹോം ടാബിൽ പോവാ, കണ്ടീഷൻ ഫോർമാറ്റിംഗ്, ഹൈലൈറ്റ് സെൽ റൂൾസ്, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഫെയിൽ ആണെങ്കിൽ റെഡ് കളർ. ഓക്കെ പ്രസ് ചെയ്തു. 85 ഉള്ള 20 ആക്കുന്നു, ഓട്ടോമാറ്റിക്കലി ഫെയിലും വരും, അവിടെ കളർ ചേഞ്ചും വരാം. ഫസ്റ്റ് 20 ഉള്ളത് 60 ആക്കുന്നു, പാസിലേക്ക് പോകുന്നു, റൈറ്റ്? ലോജിക്കൽ ടെസ്റ്റ് പാർട്ട് ഒരാളെ ചോദിച്ചാൽ ക്ലിയർ റൂൾസ് ആയിരിക്കും. അതായത് ഈക്വൽ ടു ഇഫ് കണ്ടീഷൻ, ഇഫ് എന്നതാണെങ്കിൽ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഓരോ ഫംഗ്ഷൻസ് മീനിങ് ഇവിടെ തന്നെ കാണിക്കിട്ടോ. ചെക്ക് വെദർ എ കണ്ടീഷൻ ഇസ് മെറ്റ് ആൻഡ് റിട്ടേൺ വാല്യൂ ഇസ് ട്രൂ ആൻഡ് അതർ വാല്യൂ ഇസ് ഫോൾസ്. വാല്യൂ ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ, നേരെ ഓപ്പോസിറ്റ്. ഓപ്പൺ ബ്രാക്കറ്റ്. ലോജിക്കൽ ടെസ്റ്റ് എന്താ? ഫസ്റ്റ് ലോജിക്കൽ ടെസ്റ്റ് നമ്മുടെ കണ്ടീഷൻ ആണ്. കണ്ടീഷൻ എനിക്കറിയാം, ഞാൻ എന്റെ സ്റ്റുഡൻസിന് പറഞ്ഞത് ഓൾറെഡി. അതായത് ഒരു പർട്ടിക്കുലർ സെല്ലിൽ ഒരു പർട്ടിക്കുലർ മാർക്ക് ഇസ് ലെസ് ദാൻ 50 ആണെങ്കിൽ അതാണ് എന്റെ കണ്ടീഷൻ. അങ്ങനെ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂവോ അല്ലെങ്കിൽ ഫോൾസോ ആയിരിക്കും, റൈറ്റ്? ഇതിപ്പോ കറക്റ്റ് ആണെങ്കിൽ ലെസ് ദാൻ 50 ആണെങ്കിൽ എന്തായിരിക്കണം? ട്രൂ ആണെങ്കിൽ ഫെയിൽ ആണ്. ലെസ് ദാൻ കോമ. നെക്സ്റ്റ് എന്താ? ഫോൾസ് ആണെങ്കിലോ പാസ്, അല്ലെങ്കിൽ ഇത് ബീറ്റ് ചെയ്തില്ലെങ്കിൽ പാസ്. ഡബിൾ കോട്ട് ക്ലോസ് ഡബിൾ. മനസ്സിലായോ സിദ്ധാർത്ഥ്? ക്ലിയർ അല്ലേ? ഹായ്, അവിടെ തന്നെ മറ്റേ ഫെയില് MT ആക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു, അതോടൊന്ന് കാണിക്കും. അത് സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഇതിനെ ടെക്സ്റ്റ് ഇട്ടല്ലോ, ഈ ടെക്സ്റ്റ് ഇട്ടത് ഞാൻ ഫെയിൽ ഉള്ളത് ഞാൻ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അവിടെ ഒന്നുമില്ല അതിന്റെ അടുത്ത്, അപ്പൊ MT ആയിരിക്കും.
ഓക്കെ, ആ സെല്ല് വീണ്ടും ആ കോളം മൊത്തത്തിൽ സെലക്ട് ചെയ്യണം അല്ലേ? അതായത് ഈ കോളംസ്, അതായത് ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു, അവിടെ എന്താക്കി ഞാനത് എം ടി ആക്കി ഇട്ടു. ടെക്സ്റ്റ് ഞാനിപ്പോ എന്ത് ടെക്സ്റ്റ് കൊടുത്തേണ്ടത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഇന്ത്യ കൊടുക്കുന്നു. അപ്പോൾ ഫെയിലുള്ളതൊക്കെ ഇന്ത്യ എന്ന് വരും. ഇന്ത്യ എം ടി ആയി കിട്ടുന്നത്. പക്ഷെ ഡബിൾ കോട്ടിന്റെ അണ്ടറിൽ ഒന്നും വെച്ചില്ലെങ്കിൽ അത് എം ടി ആയിട്ട് വരും. അത് അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും. ഇപ്പൊ ഫെയിലും പാസ്സാണ്. ഇൻ കേസ് നമ്മുടെ SSLC, നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിന്റെ ഒക്കെ അറിയാം, A+, A ഗ്രേഡ്, B+, B ഗ്രേഡ്, മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ ഉണ്ടാവും, റൈറ്റ്? അപ്പം ഡിഫറെന്റ് ഇഫ് കണ്ടീഷൻസ് വെക്കുന്നതിന് നെസ്റ്റഡ് ഇഫ് എന്ന് പറയും. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നു. നെസ്റ്റഡ് ഇഫ് ഇതൊരു, ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിചാരിക്കുക, ഓക്കെ, ഇതൊരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്, ഗ്രാൻഡ് ടോട്ടൽ, എന്റെ സ്റ്റാറ്റസ് ആണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ കഴിഞ്ഞ അവരെ മാർക്സിന്റെ സ്റ്റാറ്റസ് ആണ് വിചാരിക്കുക. ഇങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടി. ഇത് ഓൾമോസ്റ്റ് ഒരു 6 lakh ഐറ്റംസ് ഉണ്ട്. ഇത് 35 ഉള്ള 6 lakh സ്റ്റുഡൻസ് ഇയർലി എഴുതുന്നത് വിചാരിക്കുക. അവരെ മാർക്ക് റെഡിയാണ്, പക്ഷെ സ്റ്റാറ്റസ് കിട്ടണം. അങ്ങനെ 75 ആണെങ്കിൽ എന്താ ഔട്ട്സ്റ്റാൻഡിങ്, ആകാശ്. 60 ആണെങ്കിൽ എന്താ വെരി ഗുഡ്. ആ ലെവലിൽ നമുക്ക് കിട്ടണം. അപ്പോൾ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് നോക്കാം. സെയിം ലോജിക് ഇവിടെ വെരി ഈസി ആട്ടോ. ഈക്വൽ ടു ഇഫ്, ഓപ്പൺ ബ്രാക്കറ്റ്, ലോജിക്കൽ ടെസ്റ്റ്. ഇവിടെ മൾട്ടിപ്പിൾ ഇഫ് കണ്ടീഷൻസ് വരും. കാരണം ഇവിടെ 5 ലോജിക്കൽ ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡബിൾ കോട്ട് വരും, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പൺ ബ്രാക്കറ്റ് ചെക്ക് വരും. എങ്ങനെയുള്ളത് നോക്കാം. ഈ സെൽ വാല്യൂ ഈസ്, ഫസ്റ്റ് ഇത് എന്താണ്, ലെസ് ദാൻ 50 ആണെങ്കിൽ സാറ്റിസ്ഫാക്ടറി, റൈറ്റ്? ലെസ് ദാൻ 50, കോമ, അങ്ങനെയാണെങ്കിൽ ഡബിൾ കോട്ട്, ഇഫ് വാല്യൂ ട്രൂ ആണെങ്കിൽ, ഓക്കെ, സാറ്റിസ്. ഫുൾ എഴുതുന്നില്ല, സാറ്റിസ് ഇടുന്നു, ഡബിൾ കോട്ട്. കഴിയുന്നില്ല, നെക്സ്റ്റ് അടുത്തത് കോമ ഇടുന്നു. ഇതാണ് ഒന്ന്. നെക്സ്റ്റ് വീണ്ടും ഇഫ്, സെയിം റിപ്പീറ്റ് ചെയ്യുക, ഓപ്പൺ ബ്രാക്കറ്റ്. ഒന്നെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ സെൽ വാല്യൂടെ B2 എന്നുള്ള സെൽ റെഫറൻസ് ആണ്. B2 ഈസ് ലെസ് ദാൻ ഇവിടെ 60 ആണെങ്കിൽ, കോമ, ഡബിൾ കോട്ട്, ഗുഡ്, ഡബിൾ കോട്ട്. നെക്സ്റ്റ് വീണ്ടും കോമ. ഓരോ ഇഫ് കണ്ടീഷൻസിനും കോമ ഇടണം, സെപ്പറേറ്റ് ചെയ്യാൻ കേട്ടോ. ഇഫ്, ഓപ്പൺ ബ്രാക്കറ്റ്, അഗെയിൻ B2 സെൽ വാല്യൂ ഈസ് ലെസ് ദാൻ 70 ആണെങ്കിൽ, കോമ. And double quote, very good, double quote, comma. If, ഇപ്പൊ ഒരാൾ ക്വസ്റ്റ്യൻ ചോദിച്ചതിലേക്ക് ഞാൻ തിരിച്ചു വരാം കേട്ടോ. ഇഫ്, ഓപ്പൺ ബ്രാക്കറ്റ്, B2 ഈ സെൽ വാല്യൂ ഇസ് ലെസ് ദാൻ 80 ആണെങ്കിൽ, കോമ. കാരണം ഇത് സെല്ല് നിറഞ്ഞുകൊണ്ടാണ് താഴത്തേക്ക് വന്നത്. ഇവിടെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. 80 ആണെങ്കിൽ, കോമ, ഡബിൾ കോട്ട്, ഔട്ട്സ്റ്റാൻഡിങ്, OS ഇടുന്നു, ഡബിൾ കോട്ട്, കോമ. ഇഫ്, ഓപ്പൺ ബ്രാക്കറ്റ്, B2 സെൽ വാല്യൂ ഇസ് ലെസ് ദാൻ 100 ആണെങ്കിൽ, കോമ, ഡബിൾ കോട്ട്, എക്സലന്റ്, ആൻഡ് ഡബിൾ കോട്ട്. അപ്പോൾ ഇതുവരെ കംപ്ലീറ്റ്. ഇനി കോമഡിന്റെ ആവശ്യമില്ല, കാരണം വേറൊരു ഇഫ് കണ്ടീഷൻസ് ആവശ്യമില്ലല്ലോ. 5 കണ്ടീഷൻസ് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു. ഇഫ് ഓരോന്നും കാണാം. 15 ബിലോ ആണെങ്കിൽ സാറ്റിസും, നെക്സ്റ്റ് 60 ബിലോ ആണെങ്കിൽ ഗുഡും, 70 ആണെങ്കിൽ വെരി ഗുഡും, ഔട്ട്സ്റ്റാൻഡിങ്, കംപ്ലീറ്റ് ഇവിടെ ഫില്ലപ്പ് ചെയ്തു. ഞാൻ മുമ്പ് പറഞ്ഞു, എത്രത്തോളം ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടോ അത്രത്തോളം ക്ലോസ് ബ്രാക്കറ്റ് ഉണ്ടോ. ഇവിടെ എല്ലാവർക്കും എറർ പറ്റില്ല. എപ്പോഴൊക്കെ അറിയും, കോമ ഇടാൻ മറന്നു പോവാ, ഡബിൾ കോട്ട് ഇടാൻ മറന്നു പോവാ, ഓപ്പൺ ബ്രാക്കറ്റിന്റെ കൗണ്ട് മറന്നു പോവാ, അതുപോലെ തന്നെ ഇഫ് കണ്ടീഷൻ സെപ്പറേറ്റ് ആക്കാൻ മറന്നു പോവാ. അതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം. അപ്പൊ ഇവിടെ ഞാൻ ക്ലോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഇവിടെ ഒരു വാല്യൂ ഫോൾസ്, അതിന്റെ ഒരു ആവശ്യമില്ല. ട്രൂ മാത്രം ഫില്ലപ്പ് ചെയ്താൽ മതി. കാരണം ഈ നെസ്റ്റഡ് ഇഫില് വാല്യൂ ഫോൾസിന്റെ ആവശ്യമില്ല. ഡയറക്ട്ലി നമുക്ക് ഇതന്നെ ഫില്ലപ്പ് ചെയ്യാം, ട്രൂവിൽ തന്നെ. ക്ലോസ് ബ്രാക്കറ്റ് ഇടുന്നു. 1, 2, 3, 4, 5. കാരണം ഒരു 5 ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടല്ലോ. ഞാൻ എൻ്റർ ചെയ്യുന്നു, കിട്ടുന്നുണ്ടോ നോക്കാം. എൻ്റർ ചെയ്തു, ഔട്ട്സ്റ്റാൻഡിങ്. കാരണം 75 ആണ് ഔട്ട്സ്റ്റാൻഡിങ്. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി ബാറ്റിക്കിൽ മാറും. 75 ഉള്ളത് ഞാൻ 45 ആക്കുന്നു. സാറ്റിസ്ഫാക്ടറി ആ ലെവലിൽ വന്നു. ജസ്റ്റ് ഒന്ന് കഴ്സർ പ്ലേസ് ചെയ്യുന്നു. ഇവിടെ ഒന്ന് ഫോമിൽ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ, കറക്റ്റ് കിട്ടും. സെയിം ലോജിക് തന്നെയാണ്. ലാസ്റ്റ് ഇതിന്റെ ആവശ്യമില്ല എന്ന് മാത്രം, ഫോൾസിന്റെ ആവശ്യമില്ല. ഡയറക്ട്ലി നമുക്കത് ഡിഫറെന്റ് കണ്ടീഷന് ഡിഫറെന്റ് ഇഫ് ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്ത് മാത്രം, കോമ വെച്ചിട്ട്. പിന്നെ ക്ലോസ് ബ്രാക്കറ്റ് ഒരുമിച്ചിട്ടാൽ മതി.
സിദ്ധാർത്ഥ്, നിങ്ങൾ ഫസ്റ്റ് സെല്ലിൽ നിങ്ങൾ പറയുന്നു ഫസ്റ്റ് സെല്ലിത്തെ മാത്രം റിസൾട്ട് കിട്ടിയെന്നുള്ളത്. ജസ്റ്റ് ഇവിടെ കഴ്സർ പ്ലേസ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഈ കോർണറിലും ബാക്കിയുള്ളതും ഓട്ടോമാറ്റിക്കലി ഫില്ലപ്പ് ആവും. ഡ്രാഗ് ഡൗൺ ചെയ്യുന്നതാണ്. ഈ കോർണറിൽ ഒരു സ്ക്വയർ ഉണ്ടാവും, ഗ്രീൻ സ്ക്വയർ. അവിടെ കഴ്സർ മൂവിപ്പിക്കുക, ഒരു പ്ലസ് ഐക്കൺ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കും, ബാക്കിയുള്ള റിസൾട്ടും ജനറേറ്റ് ആവും. കിട്ടുന്നു നോക്കി. നെക്സ്റ്റ് ഡിഫ് ട്രൈ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എനി ടൈം ഈ റെക്കോർഡ് സെഷൻ കാണാം. ഇപ്പോൾ വേണമെങ്കിൽ പേഴ്സണലി പിൻ ചെയ്യാം, ഗ്രൂപ്പിൽ ഇടാം, ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഈ ഡാറ്റ കൺസോൾട്ടേഷൻസ് ഒരു മിനിറ്റ്, നേരത്തെ കാണിച്ച സെറ്റ് സീരീസിനകത്ത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാ കാണിച്ചത് പറഞ്ഞത്? വാട്ട് ഇഫ് അനാലിസിസ് ആണ്, ഇഫ് അനാലിസിസ് ആണോ പറഞ്ഞത്? അല്ലല്ല, അത് മുമ്പിലത്തെ ഉള്ളത് സെറ്റിംഗ് സീരീസ് നമ്മളെ പാറ്റേൺസ് ഫോളോ ചെയ്യുമ്പോഴേ നമ്മള് കൺട്രോൾ ഫയൽ ഓപ്ഷൻസ് അഡ്വാൻസ്ഡ് പോയിട്ട് ഓക്കെ ഓപ്ഷൻസിൽ നമ്മുടെ അഡ്വാൻസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റം ലിസ്റ്റ് ആയിരിക്കും അല്ലേ? ഏറ്റവും താഴത്തെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് ഉണ്ടാവും. ഈ ജനറലിനുണ്ടല്ലോ, അഡ്വാൻസ്ഡ് ആണോ ക്ലിക്ക് ചെയ്യേണ്ടത്? അഡ്വാൻസിൽ, യെസ് യെസ്. എന്നിട്ട് ഏറ്റവും താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ജനറൽ ഉണ്ടാവും. ജനറൽ എനിക്ക് ലോട്ടസ് കമ്പാറ്റബിലിറ്റി അങ്ങനെയൊക്കെ കാണിക്കുന്നത് അഡ്വാൻസിനകത്ത്. തോന്നുന്നത് നിങ്ങളെ വേർഷൻ ഏതാ അറിയോ? എക്സലിന്റെ വേർഷൻ ഏതാ അറിയോ? 16 ആണ്, 17 ആണ്. എക്സൽ വേർഷൻ, അത് എക്സൽ ആണോ WPS ആണോ? എനിക്ക് മനസ്സിലായില്ല. മൈക്രോസോഫ്റ്റ് എക്സൽ എന്നാ? എക്സലാ 16 ആയിരിക്കും. 17 വേർഷൻ അല്ലേ? 16 വേർഷൻ. 16 അതിൽ അഡ്വാൻസിൽ പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇത് ഇവിടെ 16 ഒക്കെ ഇവിടെ തന്നെ കാണിക്കാം. ജനറൽ ഉണ്ടല്ലോ, ഏറ്റവും താഴത്തേക്ക് വന്ന് നോക്കൂ. ലോട്ടസ് കമ്പാറ്റബിലിറ്റി എനിക്ക് കാണിക്കുന്നത് തന്നെ അഡ്വാൻസിനകത്ത് തന്നെ അല്ലേ? പറ്റുകയാണെങ്കിൽ ലോട്ടസ് കമ്പാറ്റബിലിറ്റി സെറ്റിംഗ്സ് അതിന് മുമ്പ് ജനറൽ കണ്ടു. ഓക്കെ, ജനറലിനകത്ത് ഇതാ ഇവിടെ എഡിറ്റ് കസ്റ്റം ലിസ്റ്റ് എന്റെ സ്ക്രീൻ നോക്കൂ. ഒരു മിനിറ്റ്, ഇതാണ്ട് അഡ്വാൻസിനകത്ത് ഏറ്റവും താഴത്തേക്ക് വരാം. എഡിറ്റ് കസ്റ്റം ജനറലിനകത്ത് ഓക്കെ, എഡിറ്റ് കസ്റ്റം ലിസ്റ്റ്. ഓക്കെ ഓക്കെ, അവിടെ തന്നെ കാണാൻ പറ്റും. എന്നിട്ട് ഇവിടെ ഓക്കെ ഫൗണ്ട് ഇറ്റ്. ബാക്കി ക്ലിയർ അല്ലേ? അപ്പാര കൊടുത്തുകൊണ്ട് പിന്നെ ആഡ് അപ്പ് ചെയ്യാൻ മനസ്സിലായി. യെസ്, ഓക്കെ ഗ്രേറ്റ്. നെക്സ്റ്റ് 3D കാൽക്കുലേഷൻ, വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം. ഡാറ്റ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട്. ഡാറ്റ കൺസോളിഡേഷൻസ് മൾട്ടിപ്പിൾ രീതിയുണ്ട്, പക്ഷെ ഇത് ചെറിയൊരു മെത്തേഡ് ട്രിക്ക് കാണിച്ചു തരാമെന്ന് മാത്രം. ജസ്റ്റ് അസ്യൂം ചെയ്യുക നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, അതായത് ഒരു സെയിൽസ് റിപ്പോർട്ടാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു. എവിടുന്നു? നിങ്ങളൊരു ERP ന്ന്. അപ്പം നിങ്ങൾക്ക് കിട്ടിയത് ഡിഫറെന്റ് ഷീറ്റിലാണ്. ഇതെനിക്ക് ഒരൊറ്റ ഷീറ്റിൽ, ഒരൊറ്റ കുടക്കയിൽ കൺസോളിഡേറ്റ് ചെയ്ത് കിട്ടണം. അതായത് ഈ നോർത്ത് എന്നുള്ള ഈ ഒരു സെറ്റ് ഓഫ് ഡാറ്റ, ഇത് ആക്ച്വലി ഒരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനീന്റെ സെയിൽസ് റിപ്പോർട്ടാണെന്ന് വിചാരിക്കുക, ക്വാർട്ടർ വൈസ് റിപ്പോർട്ട്. അപ്പോൾ ഫാൻഡ ഇത് 6543 പ്ലസ് ഫാൻഡ ക്വാർട്ടർ സൗത്ത്, ഇത് പിന്നെ ഈസ്റ്റ് വെസ്റ്റ്, അല്ലെങ്കിൽ ടോട്ടൽ എനിക്ക് ഈ ഫാൻഡിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ യൂഷ്വലി നമ്മൾ എന്താ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യും, റൈറ്റ്? അതിനൊന്നും യാതൊരു ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്വിക്കായിട്ട് തന്നെ നമുക്ക് 3D കാൽക്കുലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. സോ ഈക്വൽ ടു, ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്, ശേഷം നമുക്ക് ഇവിടുന്നൊക്കെ ഡാറ്റ പിക്കപ്പ് ചെയ്തിട്ട് നോർത്തും സൗത്തും ഈസ്റ്റും, റൈറ്റ്? ഇപ്പം ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്. ഇപ്പൊ ഇനി ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും. ഞാൻ ഇതിലേക്ക് പോയാലും ഇവിടത്തേക്ക് വന്നു, ഈക്വൽ ടു സം നോർത്ത് എന്നുള്ള ഷീറ്റിലേക്ക് വന്നു. ഒരു എക്സ്പ്ലനേറ്ററി മാർക്ക് എന്താ? ആ ഷീറ്റിലേക്ക്, ആ ഷീറ്റിന്റെ പേരാണ് കാണിക്കുന്നത്, അതിലേക്ക് വന്നു. എല്ലാം എക്സലിനെ റീഡ് ചെയ്യും കേട്ടോ, നിങ്ങളെ റെഫറൻസിന് വേണ്ടിയിട്ട്. ശേഷം ഈ ഫസ്റ്റ് സെല്ല്, ഇത് ഇവിടുന്ന് ഡാറ്റ പിക്കപ്പ് ചെയ്യുന്നത്, ഈ ഡാറ്റ ഓപ്റ്റ് ചെയ്തു. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ഷിഫ്റ്റ് കീ ഉണ്ടല്ലോ കീബോർഡിൽ, പ്രസ് ചെയ്ത് പിടിക്കാം. ഞാൻ ചെയ്യുന്ന ആദ്യം കണ്ടിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഷിഫ്റ്റ് കീ ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. അടുത്തത് സൗത്ത് എന്നുള്ള ടാബ് മാത്രം പ്രസ് ചെയ്താൽ മതി. ഇവിടെ ആ ചേഞ്ചസ് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ചെയ്യുമ്പോൾ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി ഞാൻ ഷിഫ്റ്റ് കീ റിലീസ് ചെയ്യുന്നു. ഇനി ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ചെയ്യുന്നില്ല. ഇവിടെ നോക്കൂ, ഈക്വൽ ടു സം നോർത്ത് തൊട്ട് വെസ്റ്റ് വരെയുള്ള കംപ്ലീറ്റ് ഷീറ്റിൽ നിന്ന് B2 എന്നുള്ള വാല്യൂ പിക്കപ്പ് ചെയ്തു, അതിന്റെ സം കിട്ടാൻ വേണ്ടിയിട്ട്.
എൻ്റർ ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കലി അതിന്റെ ടോട്ടൽ സമ്മ് കിട്ടി. റൈറ്റിലേക്ക് ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു, അതുപോലെ തന്നെ ഡൗണിലേക്കും ഡ്രാഗ് ഡൗൺ ചെയ്യും. കംപ്ലീറ്റ് റിസൾട്ട് അവിടെ ജനറേറ്റ് ചെയ്ത് പോകുന്നു. ഒരു വട്ടം കൂടി കാണിച്ചു നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈക്വൽ ടു സം, ഡബിൾ ക്ലിക്ക് ചെയ്തു, ശേഷം നോർത്തിലേക്ക് വന്നു. ഫസ്റ്റ് സെൽ വാല്യൂ, കാരണം ഫാൻഡിന്റെ അവിടെ നിന്നാണ് എനിക്ക് പിക്കപ്പ് ചെയ്തത്, റൈറ്റ്? ഫസ്റ്റ് വാല്യൂ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്റ്റ് ചെയ്തു, സെലക്ട് ചെയ്തു. ഇവിടെ നിന്നാണ് ശ്രദ്ധിക്കേണ്ടത്, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിക്കുക, റിലീസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് പിടിച്ചു. നെക്സ്റ്റ് ടാബ് സൗത്ത് ഓപ്റ്റ് ചെയ്തു, ഈസ്റ്റ് ഓപ്റ്റ് ചെയ്തു, വെസ്റ്റ് ഓപ്റ്റ് ചെയ്തു. ഇനി റിലീസ് ചെയ്യുക. കീ ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. കിട്ടുന്നുണ്ട് നോക്കിയോ? ഒന്നുകൂടെ പറ. ഈക്വൽ ടു സം, പിന്നെ സം ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്തല്ലോ. ശേഷം നോർത്തിലേക്ക് വരുന്നു. ഓക്കെ, 6543 ഫസ്റ്റ് സെൽ സെലക്ട് ചെയ്തു. ഓക്കെ, ഓക്കെ, ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് പിടിച്ചോളൂ, റിലീസ് ചെയ്യണ്ട. കീബോർഡിലുള്ള ഈ ഡയറക്ട്ലി നമ്മുടെ ഈ താഴെയുള്ള ടാബ് ഉണ്ടല്ലോ, സൗത്ത് ആണ് ഓപ്റ്റ് ചെയ്ത്, സൗത്ത് ഓപ്റ്റ് ചെയ്യുക. ശേഷം ഈസ്റ്റ് ഓപ്റ്റ് ചെയ്യുക, വെസ്റ്റ് ഓപ്റ്റ് ചെയ്യുക. അത് ഓപ്റ്റ് ചെയ്ത ശേഷം ഷിഫ്റ്റ് കീ റിലീസ് ചെയ്യുക, ക്ലോസ് ദി ബ്രാക്കറ്റ്, എൻ്റർ ഇറ്റ്. കിട്ടുന്നല്ലേ? ഓക്കെ. ഈ ഡ്രാഗ് ഡൗൺ ചെയ്യുന്നു റൈറ്റിലേക്ക് ആൻഡ് ഡൗണിലേക്കും. ഓക്കെ, ഇനി ഇതിന്റെയൊക്കെ ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ വേണം. അതായത് റോ വൈസിലുള്ള വേണം, ഇതിന്റെ ടോട്ടൽ ഇങ്ങനെയും വേണം, കോളം വൈസ് ടോട്ടൽ ഇവിടെയും വേണം. സിമ്പിൾ ഷോർട്ട് കട്ട് കീയാണ്. നമ്മൾ ആദ്യം എന്തിന്റെ വാല്യൂ വേണ്ടത് ആ വാല്യൂ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. പിന്നെ എവിടേക്കാണോ റിസൾട്ട് വേണ്ടത് ആ ഏരിയ സെലക്ട് ചെയ്യുക. കോളം വൈസും റോ വൈസും അതും ഓപ്റ്റ് ചെയ്തു, സെലക്ട് ചെയ്തു. റൈറ്റ്, ഇവിടെ റിസൾട്ട് വേണം, ഇവിടെ റിസൾട്ട് വേണം. ഇതാണ് വാല്യൂ. പ്രസ് ഓൾട്ട് ഈക്വൽ ടു, ഓട്ടോമാറ്റിക്കലി ഡാറ്റ അവിടെ ഫില്ലപ്പ് ചെയ്ത് വന്നു. പ്രസ് ഓൾട്ട് ഈക്വൽ ടു സൈൻ, നോർത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് വേണം, കംപ്ലീറ്റ് വാല്യൂ സെലക്ട് ചെയ്തു, പ്ലസ് ആ ഏരിയയും കൂടി. എവിടെ റിസൾട്ട് വേണ്ടത്? ഓൾട്ട് ഈക്വൽ ടു, ഷോർട്ട് കട്ട് ചെയ്യാട്ടോ, സം ഇടാനുള്ള. മറ്റാണെങ്കിൽ നമ്മൾ ഈക്വൽ ടു സം ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഏതെങ്കിലും സെൽ വാല്യൂ ക്ലിക്ക് ചെയ്ത് നോക്കൂ, സം ഓട്ടോമാറ്റിക്കലി ഇൻസെർട്ട് ചെയ്ത് വന്നു കറക്റ്റ് ആയിട്ട്. റൈറ്റ്, ഒന്നുകൂടെ എടുക്കാവോ പ്ലീസ്? യാ ഷുവർ ഷുവർ. ഇപ്പൊ ഞാൻ ഈസ്റ്റ് ചെയ്ത് എടുത്തു. അതായത് ഞാൻ കാണിക്കുന്ന എന്താ, അതും കൂടി ഞാൻ ആ മീനിങ് നോക്കട്ടോ. അതായത് എനിക്ക് വേണ്ടത് ഇതിനൊക്കെ ടോട്ടൽ, ആദ്യം എന്തിന്റെ ടോട്ടലാണോ വേണ്ടത് ആ വാല്യൂ കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ശേഷം എവിടെയാണോ റിസൾട്ട് വേണ്ടത് ആ ഏരിയയും കൂടി സെലക്ട് ചെയ്യുക. ഇവിടെ മാത്രമല്ല, എനിക്ക് ഇവിടെയും കൂടി വേണം. സെലക്ട് ചെയ്ത് വെച്ചല്ലോ. ശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്യുക ആൻഡ് ഈക്വൽ ടു സൈൻ പ്രസ് ചെയ്താൽ മതി. കീബോർഡിലുള്ള ഓൾട്ട് ഈക്വൽ ടു, കൺട്രോൾ അല്ല ഓൾട്ട് ഈക്വൽ ടു. എല്ലാവർക്കും കൺട്രോൾ മാറി പോകാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. എടി മമ്മി വിളിക്കുന്നിടത്തെ, സോറി. ഓക്കെ, കിട്ടുന്നുണ്ടോ? കിട്ടുന്നല്ലേ നിങ്ങൾക്ക്? ഓൾട്ട് ഈക്വൽ ടു മാത്രം മതിയോ? ഓൾട്ട് ഈക്വൽ ടു, ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈക്വൽ ടു സൈൻ റിലീസ് ചെയ്ത് ഓൾട്ട് ഈക്വൽ ടു. നോർത്തിൽ പോയിട്ട് ഓൾട്ട് Q12 കീബോർഡിലുള്ള ഇതായിരിക്കും കിട്ടാത്തുണ്ടോ? അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ? ട്രൈ ചെയ്തിട്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലത്തെ ഓൾട്ട് പ്രസ് ചെയ്യണം. ആ ലെഫ്റ്റ് ചെയ്ത്. റൈറ്റില് ഓൾട്ട് ഈക്വൽ ടു പ്രസ് ചെയ്താൽ വരില്ല. ചില കീബോർഡ് വർക്ക് ചെയ്യില്ല, ചില കീബോർഡ് വർക്ക് ചില ലാപ്ടോപ്പിന്റെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ലാപ്ടോപ്പിൽ FN കീ ഉണ്ടോ, ഫങ്ഷണൽ കീ ഉണ്ടോ? FN ചോദിച്ച ആള് ഓൺലൈനിലുണ്ടോ? ഹലോ, മാത്യുവിനോട് ചോദ്യം. അൽത്താഫ് ഒന്നുകൂടെ എനിക്കൊരു കോള് വൈഫിന് വന്നായിരുന്നു. ഞാൻ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫാൻഡാണ് അവിടെ നിന്ന് താഴെ വരെ സെലക്ട് ചെയ്തു, കംപ്ലീറ്റ് സെലക്ട് ചെയ്തു. ഇങ്ങനെ സെലക്ട് എന്റെ സ്ക്രീൻ നോക്കിയാൽ മതി. ശേഷം ഓൾട്ട് ഈക്വൽ ടു, നിങ്ങൾ ലെഫ്റ്റ് സൈഡിലെ ഓൾട്ട് ഉണ്ട്, 2 ഓൾട്ട് കീ ഉണ്ടാവും കീബോർഡിൽ. ഒന്നുകൂടെ സെലക്ട് ചെയ്തേ. എങ്ങനെ ഇതാ സെലക്ട് ചെയ്തു കംപ്ലീറ്റ്. സി
സെലക്ട് ചെയ്തു. അതായത് സെലക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കണം എന്തിന്റെ വാല്യൂ ഇവിടെ, വാല്യൂ കംപ്ലീറ്റ് സെലക്ട് ചെയ്യണം. എനിക്കിതൊന്നും വേണ്ട, നമ്പേഴ്സാണ് വേണ്ട. അത് നമ്പർ സെലക്ട് ചെയ്തു. പ്ലസ് എവിടെയാണോ എനിക്ക് റിസൾട്ട് വേണ്ടത് ആ ഏരിയയും കൂടി സെലക്ട് ചെയ്തു. കണ്ടില്ലേ? എന്നിട്ട് ഓൾ ഈക്വൽ ടു. അത് ചെയ്തിട്ട് എനിക്ക് എത്ര ശരിയായി വരുന്നില്ല, അതാ ഞാൻ. ഓക്കെ, ഐ ഗോട്ട് ദാറ്റ് വൺ. അത് കഴിഞ്ഞ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് ഹോൾഡ് ചെയ്തിട്ടാണോ ടോട്ടലിലേക്ക് സെലക്ട് ചെയ്യുന്നത്, അതോ വെറുതെ വിട്ടിട്ടാണോ? ഇല്ല, അത് ഓൾട്ട് റിലീസ് ചെയ്യേണ്ട. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈക്വൽ ടു സൈൻ പ്രസ് ചെയ്താൽ മതി. ഓൾട്ട് പ്രസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഈക്വൽ ടു സൈൻ കീബോർഡിലുള്ള. മാത്യുവിന് ഒരു സ്പെഷ്യൽ ക്ലാസ് ഞാൻ തരുന്നതായിരിക്കും. ഞാനൊരു കാര്യം ചെയ്യാം. ഗ്രൂപ്പില് മൂപ്പരുണ്ടോ? വാട്സ്ആപ്പ് ഗ്രൂപ്പില് ഉണ്ട്. ഞാൻ പേഴ്സണലി കണക്ട് ചെയ്യാൻ ഇഷ്യൂ ഞാൻ ഫിഗർ ഔട്ട് ചെയ്യാം. ഞാൻ ചെയ്തോളാം, കുഴപ്പമില്ല. ഓക്കെ. സോ ആക്ച്വലി ഞാനിന്ന് നമ്മളെ ഇന്നത്തെ ടോപ്പിക് ഞാൻ പ്ലാൻ ചെയ്തത് ഇത്രയും ലാസ്റ്റ്. ഹലോ, കേൾക്കുന്നില്ലേ? അല്ലല്ലോ, കേൾക്കുന്നില്ല? ഹലോ, കേൾക്കാം. ഓക്കെ, അതിന്റെ സ്ക്രീൻ കാണുന്നില്ല, റൈറ്റ്? വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് പറഞ്ഞൊരു വേർത്തുണ്ടോ? അതായത് വെർട്ടിക്കൽ ലുക്കപ്പ് ആൻഡ് ഹൊറിസോണ്ടൽ ലുക്കപ്പ്. ഇന്നലെയും വന്നില്ലായിരുന്നു. സോ മ്യൂട്ട് ചെയ്യണേ. അത് കിട്ടി കേട്ടോ. ആൾട്ട് ഈക്വൽ ടു കിട്ടി. ഐ വാസ് പ്രസിംഗ് കൺട്രോൾ, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. സോറി. ഓക്കെ, താങ്ക്സ്. ഓക്കെ, സോ ഇവിടെ പ്ലാൻ ചെയ്തത് ഇത്രയും ടോപ്പിക്കാണ്. പക്ഷെ ലാസ്റ്റിലേക്ക് വി ലുക്കപ്പ്, എച്ച് ലുക്കപ്പ് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കുന്ന സംഭവമല്ല. എന്താണത്? എന്താ വി, എന്താ വെർട്ടിക്കൽ ലുക്കപ്പ്, എച്ച് ഹൊറിസോണ്ടൽ ലുക്കപ്പ്, അത് എങ്ങനെയാ ചെയ്യേണ്ടത്? അത് ആക്ച്വലി കുറച്ച് ടൈം എടുക്കുന്ന സംഭവം. അതുകൊണ്ട് ഞാൻ ഇന്നത്തത് ഈ ഒരു സെഷൻ, ഈ ഒരു ടോപ്പിക്ക് മാത്രം നെക്സ്റ്റിലേക്ക് ഞാൻ പുഷപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? കാരണം 1.5 hours പല ആൾക്കാരും ഡിഫറെന്റ് പ്ലാനിലേക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഒരു ഇന്ററാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അത് കവർ ചെയ്യാൻ നോക്കി, പക്ഷെ അത് പറ്റില്ല. എന്തായാലും ഒരു മിനിമം ഒരു ഹാഫ് ആൻ അവർ, 20 minutes ഇത് രണ്ടും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണം, എന്നാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വീലൊക്കെ പറ്റും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. So just stop sharing. So last 1.5 hours നിങ്ങൾ സ്പെൻഡ് ചെയ്തതിന് ചെറിയ നോളജെങ്കിലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, റൈറ്റ്? സോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. നമ്മൾ എൻഡ് ആവുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സും ഉണ്ട്, നെക്സ്റ്റ് സാറ്റർഡേ അറ്റ് സെയിം ടൈം. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലാണ്. സോ ഇതിൽ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഫങ്ഷൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രകാരം നിങ്ങൾ എന്തെങ്കിലും ഉപകാരപ്രദമാണെങ്കിൽ അതൊക്കെ എൻ്റെ മെയിൻ റിവാർഡ്. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ഈ ഒരു ലാസ്റ്റ് 1.5 hours സ്പെൻഡ് ചെയ്ത 23 ആൾക്കാരുണ്ട്. സോ താങ്ക് യു. എന്തായാലും എന്തെങ്കിലും ഫീഡ്ബാക്ക്? Thank you very much. It was a very informative session. Thank you. Is that Jason? Yeah. Oh, Jason is the president of YMA. Alfan, for your information. Hi Jason. Hi. He's in the sales. I just want to show my face. He looks so Thank so you so handsome, much man. for spending your time. Thank you. Okay, Alfan, it was amazing. എനിക്ക് തോന്നുന്നു for me personally, ഞാൻ എനിക്ക് അറിയില്ലാത്ത പല കാര്യങ്ങളും ഇതിനകത്ത് കണ്ടു. I think the key is to refer the recording session and do it again and again. Feedback, it was really nice. I am so happy to be participating from the state of Qatar, and I appreciate YMA for organizing such a training session. And it's really interesting. As he said, it's just a big ocean at the shore of which we all are standing. So there is a lot to go, and it's all by practice that we become experts. And thank you so much, Alfan, for this wonderful session. And we really appreciate the kind of enthusiasm and the drive that you have for Excel. Keep going, brother. All the best. Thanks Charles. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ആഴ്ച സാറ്റർഡേ ഇതേ ടൈമിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫീൽ ഫ്രീ ടു ഇൻവൈറ്റ് ദം ആസ് വെൽ. ഇല്ലെങ്കിൽ വിൽ മീറ്റ് ആൻഡ് ദെൻ. Yeah. Okay. Thanks everyone. Thank you. Thank you so much. It was very informative. Thank you. Thanks. Bye.